ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള സഹോദരൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹങ്ങൾ, പരിശുദ്ധമായ നോമ്പിന്റെ ഈ നാളുകളിൽ ഒരു പ്രാവശ്യം കൂടി നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശുതമ്പുരാന്റെ അനുഗ്രഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്നിധിയിൽ ഈ പരിപാവനമായ ദേവാലയ അങ്കണത്തിൽ ഈ ശ്രേഷ്ഠരായ അഭിഷിക്തരോടൊപ്പം ഒന്നിച്ച് വചനം ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം തന്ന ഏറ്റവും മനോഹരമായ അനുഗ്രഹീതമായ ഈ സമയത്തിനായിട്ട് ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ സഭയുടെ വിശ്വാസത്തിന്റെ വഴികളിൽ ഏറ്റവും അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പിതാക്കന്മാർ തന്നെ നോമ്പിലെ പ്രാർത്ഥനകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നോമ്പ് ഒരു വിശ്വാസിക്ക് സ്വർഗത്തിലേക്ക് ഉയരുവാനുള്ള ചിറകുകൾ സമ്മാനിക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 39 ദിവസത്തിലേക്ക് 38 ദിവസമൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും 50 വളർച്ചയിൽ പൂർത്തീകരിക്കപ്പെടേണ്ടതായ ചിറക് നമുക്കൊക്കെ എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നത് പരിശോധിക്കുന്നത് നല്ലതാണ്. നമുക്കൊക്കെ നോമ്പിൽ ചില കൊമ്പുകൾ മുളയ്ക്കുന്നതല്ലാതെ ചിറകുകൾ എന്നാണ് മുളയ്ക്കാറുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മളൊക്കെ വചനം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി പലപ്പോഴും മാറുന്നില്ല എന്നുള്ളതാണ് സത്യം. സാധാരണ പോലെ നമ്മൾ കേട്ട് ഒരു ചെവിയിൽ കേട്ട് മറുചെവിയിലൂടെ കടന്നു പോകുന്ന ഒരു സാധാരണ പ്രസംഗമായി പലപ്പോഴും വചന ശുശ്രൂഷയെ നാമൊക്കെയും ലഘൂകരിച്ചു പോകുന്ന ഒരു നാളുകളിലാണ് നിർഭാഗ്യവശാൽ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഈ കൺവെൻഷന്റെ മനോഹരമായ ഒരു പേരാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്, ഗന്നസരേത്ത്. ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ അനേക വർഷം കിടന്നൊരു മനുഷ്യനുണ്ട്. നിങ്ങളൊന്നും അങ്ങനെയുള്ളവരല്ല, അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞ എനിക്കുള്ളത് പോലെ. അതുകൊണ്ട് നിങ്ങളൊന്നും അങ്ങനെയുള്ളവരാണെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും നമ്മുടെയൊക്കെ ചില മനോഭാവങ്ങൾ ഇങ്ങനെയാണ്. നമ്മൾ എന്തിനാണ് ഈ തടാകത്തിന്റെ കരയിൽ വന്നതെന്നോ നമ്മുടെ ലക്ഷ്യം എന്താണെന്നോ നമുക്ക് എന്താണ് ഇവിടുന്ന് ആർജിക്കേണ്ടതെന്നൊക്കെ മറന്നിട്ട് ആ തടാകത്തിന്റെ കരയിലെ ചില കാര്യങ്ങളിലൊക്കെയും നമ്മൾ വലിയ സന്തോഷം കണ്ടെത്തി അവിടെ അങ്ങനെ അടിഞ്ഞുകൂടുകയാണ്. വന്ന സമയത്ത് വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ ആയിരുന്നു. എങ്ങനെയെങ്കിലും ഈ വെള്ളത്തിലൊന്ന് ഇറങ്ങണം. പലരും ഇറങ്ങുന്നു, പലരും സൗഖ്യം പ്രാപിക്കുന്നു, പലരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് വലിയ പ്രതീക്ഷയും പ്രത്യാശയും അവിടെയൊക്കെ വന്നത്. കുറച്ചു കഴിഞ്ഞ് മനസ്സിലായി അത്ര എളുപ്പമുള്ള കാര്യമല്ല. തടാകത്തിന്റെ കരയിൽ വന്നതുപോലെ എളുപ്പമല്ല ഈ തടാകത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളത്. ഇച്ചിരി പ്രയാസമാണ്. എന്നാലും വേണ്ടില്ല വിചാരിച്ച കുറെ നാളുകൂടെ ആ പ്രതീക്ഷ കൈവിട്ടില്ല. എങ്ങനെയെങ്കിലും കാര്യം സാധിച്ചത്. കുറെ നാൾ ആ കരയിൽ കിടന്നപ്പോ മനസ്സിലായി ഇത് നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന കാര്യമല്ല. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ഇവിടെ വന്നു പോകുന്ന ധാരാളം മനുഷ്യരെ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് കാണാം, അവരുമായിട്ടൊക്കെ കുശലം പറയാം. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോ തീരുമാനിച്ചു ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് കിടക്കുമ്പോ എന്തെല്ലാം സാധ്യതകളാണുള്ളത്. കുറച്ച് കപ്പലിന് മേടിച്ച് നല്ല മണലിലിട്ട് വറുത്ത് ചെറിയ പാക്കറ്റുകളാക്കിയാണ് വിൽക്കാൻ പറ്റുന്നത്. കാരണം രോഗികളുണ്ട്, രോഗികളുടെ കൂടെ വരുന്നവരുണ്ട്, കാഴ്ചക്കാരുണ്ട്. അപ്പൊ അതിന് നല്ല വരുമാന മാർഗമാണ്. പിന്നെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്, മറ്റുള്ളവരെ ഉപദേശിക്കുക. വരുന്നവരോട് പറയണം, നീ തടാകത്തിന്റെ കിഴക്കേ കരയിൽ ചെന്ന് നിന്നാൽ അവിടെ ഒരു ചെറിയ പാറക്കല്ലുണ്ട്, നീ അതിന്റെ മേളിൽ കയറി നിൽക്കണം. വെള്ളം കലങ്ങുന്ന ഉടനെ നീ ചാടാൻ എളുപ്പമാണ്. വേറൊരുത്തിനോട് വേണം, അതിന്റെ പടിഞ്ഞാറ് വശത്തൊരു മാവ് നിൽപ്പുണ്ട്. ആ മാവിന്റെ ഒരു കമ്പ് ഈ കുളത്തിലോട്ട് ചാഞ്ഞു കിടപ്പുണ്ട്. നീ ആ മരത്തെ കയറി ആ കമ്പെ പിടിച്ച് കിടന്നാൽ മതി, വെള്ളം അനങ്ങുമ്പോ. ഇങ്ങനെ മറ്റുള്ളവർക്ക് ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ പലരും ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു ചുറ്റുപാട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ 1 വർഷം കൂടി നമ്മൾ കടന്നിട്ട് പോവുകയാണ്.
വലിയ കൺവെൻഷൻ വേദിയിൽ പ്രസംഗിക്കാൻ ചെന്നു. അച്ഛന് വചനമൊക്കെ നല്ല ആഴത്തിൽ അറിയാവുന്ന ആളായതുകൊണ്ട് അച്ഛൻ ആ വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ വചനത്തിലുള്ള അറിവൊന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ച് അച്ഛൻ ചോദിച്ചു, വിശ്വാസം എന്നാൽ എന്താണ്? നിങ്ങൾ എന്താണ് അതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്? ഒരു നിമിഷം മറുപടിയില്ല. നല്ല പ്രാഗൽഭ്യമുള്ള ആളുകളും വചനം അറിയാവുന്നവരുമാണ്. കുറച്ചു കഴിഞ്ഞപ്പോ സ്റ്റേജിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞു, ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം. ഓ, അച്ഛൻ ഭയങ്കര അത്ഭുതമാണ്. അച്ഛൻ എന്തോന്ന് ചോദിച്ചു, എന്താ മോന്റെ പേര്? അച്ഛാ, എന്റെ പേര് ഗോപാലകൃഷ്ണൻ, ഞാൻ ഈ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വന്നതാണ്. ഇവിടെ സുറിയാനിക്കാരൻ അനേക വർഷങ്ങളായി വചനം കേട്ട് അവനൊന്നും മനസ്സിലായില്ല. പക്ഷെ അനേക ദിവസങ്ങളായി മൈക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വന്ന മാമോദിസ ഉന്നയിട്ടില്ലാത്ത അക്രൈസ്തവന് മനസ്സിലായി വിശ്വാസം എന്താണെന്ന്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു പ്രാവശ്യം കൂടി പരിശുദ്ധമായ നോമ്പിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ നോമ്പില് നമുക്ക് എന്തൊക്കെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ? ഈ നോമ്പിൽ നമ്മൾക്ക് എന്തൊക്കെ പുതുതായി ആർജിച്ചെടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്? നമ്മുടെ നോമ്പിന്റെ അനുഷ്ഠാനം, നോമ്പിലൂടെയുള്ളതായി ദൈർഘ്യമേറിയ പ്രയാണം വെറുതെ ഒരു ചടങ്ങിന് വേണ്ടിയുള്ളതല്ല എന്നെങ്കിലും നമ്മൾ തിരിച്ചറിയണം. പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു, നമ്മുടെ കർത്താവ് 40 രാവും 40 പകലും നോമ്പ് നോറ്റു. കർത്താവിന്റെ നോമ്പനുഷ്ഠാനം നമുക്കറിയാം, എളുപ്പമല്ല. മരുഭൂമിയിലെ വലിയ കഠിനതയിലാണ് യേശുദമ്പുരാൻ നോമ്പ് നോറ്റത്. കർത്താവിന്റെ നോമ്പ്, അവൻ നോമ്പ് അനുഷ്ഠിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നോമ്പിലൂടെ കടന്നു പോകുന്നത്, നോമ്പിലൂടെയുള്ളതായ പ്രയാണം അവനെ കൊണ്ട് എത്തിക്കുന്നത് ക്രൂശിലാണ്. വ്യവസ്ഥകളില്ലാത്ത തന്റെ സൃഷ്ടിയെ സ്നേഹിച്ചുകൊണ്ട് പീഡാനുഭവത്തിന്റെ വലിയ പാരമ്യതയിലേക്ക് എത്തി യെരുശലേമിന്റെ തെരുവീതിയിലൂടെ വലിച്ചിഴക്കപ്പെട്ട് ശരീരം ആകമാനം വിണ്ടു കീറി ചാട്ടവാരന്റെ അടിയേറ്റ് മുൾക്കിരീടങ്ങൾ ശിരസിന്മേൽ വഹിച്ച് ഒരു മാംസത്തുണ്ട് കണക്കേണ്ട വെള്ളിയാഴ്ചയുടെ പ്രാർത്ഥനകളിൽ പിതാക്കന്മാർ പറയുന്നു, അവൻ വിരൂപനാക്കപ്പെട്ട തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ നഗ്നനായി കുരിശിന്മേൽ തൂക്കപ്പെട്ട് കിടക്കുന്നത് കണ്ട് സൂര്യൻ അവന്റെ കിരണങ്ങളെ മറച്ചു എന്ന് സത്യസുറിയാനി സഭയുടെ പിതാക്കന്മാർ ദുഃഖവെള്ളിയാഴ്ചയുടെ സദറായി നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവ് നോമ്പ് അനുഷ്ഠിച്ചതിന്റെ അനന്തര ഫലം അല്ലെങ്കിൽ നോമ്പിന്റെ പൂർണ്ണതയാണ് നമ്മളിവിടെ കാണുന്നത്. ആ കർത്താവിന്റെ നോമ്പിലൂടെയാണോ നമ്മൾ നടക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ മാറിക്കിട്ടാൻ, കണ്ണുനീരുകൾ മാറിക്കിട്ടാൻ വേണ്ടിയല്ലേ പലപ്പോഴും നമ്മുടെ നോമ്പനുഷ്ഠാനം. എന്നാൽ കഷ്ടതകളിലേക്ക് ധൈര്യപൂർവ്വം നടന്നെടുക്കാം. നമുക്കറിയാം, നമ്മുടെ സഭ, നമ്മുടെ ഈ പരിശുദ്ധമായ ദേവാലയം ഉൾപ്പെടെ വലിയ തിരിച്ചടികളും വെല്ലുവിളികളും നേരിടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ പല തരങ്ങളിൽ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോഴും ആ പ്രതികൂലത്തിന്റെ നടുവിൽ എനിക്ക് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള വലിയൊരു പ്രത്യാശയും വിശ്വാസത്തിന്റെ തീഷ്ണതയുമാണ്. അതാണ് കർത്താവ് പഠിപ്പിച്ച് ഗോകുൽത്തായുടെ പീഡനങ്ങളിലേക്ക്, അതാ മലയുടെ ഉന്നതങ്ങളിലേക്ക് ഒരു മാംസപിണ്ഡമായി മാറുവാൻ തക്കവണ്ണം പീഡനങ്ങൾ ഏറ്റു കർത്താവിന്റെ 40 ദിവസത്തെ ഉപവാസം. മോശ നോമ്പ് നോറ്റയാളാണ്. പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. മോശ നോമ്പ് നോറ്റത് തന്നെ ഏൽപ്പിച്ച അതിഭയാനകമായ അല്ലെങ്കിൽ ഏറ്റവും ഗൗരവമേറിയ ഒരു ഉത്തരവാദിത്വത്തിന്റെ നടുവിൽ നിന്ന് യഹോവയായ ദൈവം മോശയെ വിളിക്കുകയാണ്. അവന്റെ യാത്രയുടെ കാഠിന്യം നമ്മൾക്കറിയാം. മുൻപിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും, കാലാവസ്ഥയുടേത്, ചെങ്കടലിന്റേത്, മരുഭൂമിയുടേത് തുടങ്ങി സമാനതകളില്ലാത്ത പ്രതിസന്ധികൾ മുൻപിൽ. പിറകിൽ ഊരിപ്പിടിച്ച വാളുമായി ആയിരക്കണക്കിന് 10,000-കണക്കിന് ഫറവോന്റെ സൈന്യം ഈ ജനത്തെ നശിപ്പിക്കാൻ.
സ്വതവേ ബലഹീനമെന്ന് തോന്നുന്ന മോശ എന്ന കൃഷകാത്രനായ മനുഷ്യൻ യഹോവയായ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഈ ജനത്തിനെ മുൻപിൽ നിന്ന് നയിക്കുമ്പോ ആ ജനത്തിന് സ്വർഗത്തിന്റെ കൽപ്പനകൾ എഴുതി ഏൽപ്പിക്കാൻ തക്കവണ്ണം മോശയെ ഉന്നതങ്ങളിലേക്ക് വിളിച്ച് വേർതിരിച്ച് ലോകത്തിന്റെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മാറ്റി ഏകാന്തതയിൽ ഉന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ അതിശയിച്ചു നിൽക്കുന്ന മലയുടെ മുകളിൽ യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിനുള്ള കൽപ്പനകൾ മോശയുടെ നോമ്പിന്റെ പൂർണ്ണതയിൽ മോശയെ ഏൽപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് 2024 ഈ കൺവെൻഷന്റെ വേദിയിൽ ഈ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ കസേരകളിൽ എന്തൊക്കെയോ ലക്ഷ്യബോധത്തോടെ കടന്നു വന്ന ചിലരെങ്കിലും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ചിലരെങ്കിലും ഈ നോമ്പ് അല്ലെങ്കിൽ ഈ വർഷത്തെ കഷ്ടാനുഭവത്തിനോട് ചേർന്ന് വരുന്ന കൺവെൻഷനിൽ എനിക്കും ചില കാര്യങ്ങൾ വേണമെന്ന് ചിന്തിച്ചും ആഗ്രഹിച്ചു വരുമ്പോ നാം ഓർക്കണം, പ്രതികൂലത്തിന്റെയും പ്രതിസന്ധികളുടെയും നടുവിൽ യഹോവയായ ദൈവത്തിന് മോശയോട് സംസാരിക്കാൻ കഴിഞ്ഞത് മോശയുടെ പരമപ്രധാനമായ നോമ്പനുഷ്ഠാനത്തോടുകൂടിയുള്ള തന്റെ ജീവിതത്തിന്റെ വഴികളാണ്. അവൻ ഒരിക്കലും തന്റെ ജനത്തെ യഹോവയായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒരണുവിടെ വ്യതിചലിക്കാതെ വിശ്വാസത്തിന്റെ വഴികളിൽ സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു വലിയ സമൂഹമായി നേതൃത്വം കൊടുത്ത് മുൻപോട്ട് കൊണ്ടുപോകുമ്പോ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി അവരെ വഴി നടത്തിയതായ ദൈവത്തെ പരിപൂർണമായി ഉൾക്കൊള്ളുവാൻ മോശയ്ക്ക് കഴിഞ്ഞു. കാരണം അവന്റെ നോമ്പ്. ഏലിയാവും നോമ്പ് നോറ്റതാണ്. അനേകരുടെ വേദപുസ്തകത്തിൽ നോമ്പിലൂടെ കടന്നു വന്ന അനേകരെ നമ്മൾക്ക് കാണാൻ കഴിയും. എന്നാൽ നമ്മുടെ ചിന്ത അതല്ലാത്തത് കൊണ്ട് വേഗത്തിൽ അങ്ങ് പോവുകയാണ്. വളരെ വലിയ ഒരു സൈന്യവും ആഹാബ് രാജാവിന്റെ വലിയ ഒരു സാഹസം നിറഞ്ഞ ഒരു വലിയ സമൂഹത്തിന്റെ മുൻപിലേക്ക്, വലിയ ബാലിന്റെ വലിയ പുരോഹിതന്മാരുടെ കൂട്ടത്തിന്റെ നടുവിലേക്ക് വളരെ കൃഷകാത്രനും ക്ഷീണിതരും വൃദ്ധരുമായ ഏലിയാവ് കടന്നുചെന്ന് ഇത് സത്യദൈവമാണ്, എന്റെ ദൈവമെന്ന് ധൈര്യപൂർവ്വം പറയാൻ അവനെ ഇടയാക്കിയത് അവന്റെ നോമ്പാണ്. ഫറവോൻ രാജാവിന്റെ സൈന്യത്തിന്റെ മുൻപിൽ ശക്തിയോടെ മോശ നിന്നെങ്കിൽ ആഹാബ് രാജാവിന്റെയും ഇസ്രായേലിന്റെയും കുടിലതന്ത്രങ്ങൾക്ക് മുൻപിൽ എന്റെ യഹോവ, ഞാൻ ആരാധിക്കുന്ന ദൈവം സത്യദൈവമാണ് എന്ന് ഉച്ചസ്ഥലം ലോകത്തോട് പറഞ്ഞ് അവരുടെ മുൻപിൽ ബലിപീഠമൊരുക്കി ബലിയർപ്പിച്ച് അവിടെ ശബ്ദത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവിനെയും ബലിപീഠത്തെയും ബലിപീഠത്തിന്റെ ചുറ്റും നിറച്ചിരുന്ന വെള്ളക്കെട്ടുകളെയും വറ്റിപ്പാൻ തക്കവണ്ണം മുഖാന്തരമായി തീർന്നെങ്കിൽ ദൈവമക്കളെ നിശ്ചയമായും ഏലിയാവിന്റെ നോമ്പാണ്. അങ്ങനെ നാം നമ്മുടെ ദൈവത്തിന്റെ വചനത്തിലൂടെ വേദപുസ്തകത്തിലൂടെ നാം കടന്നു പോകുമ്പോ വേദപുസ്തകത്തിൽ അനേക വിശുദ്ധന്മാർ, അനേകമായ ആളുകൾ നോമ്പിലൂടെ, ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, സത്യദൈവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചു എന്നുള്ളത് നമുക്ക് വളരെ ബോധ്യമുള്ളതാണ്. പരിശുദ്ധ സഭയുടെ വിശ്വാസത്തിന്റെ വഴികളിലേക്ക് വരുമ്പോഴും നമ്മുടെ അനേക പിതാക്കന്മാർ അവരുടെ ജീവിതത്തിൽ ആഹാരം കഴിക്കുന്നതിലും അധിക സമയം ആഹാരം കഴിക്കാതെ ഇരുന്ന് വളർത്തിയെടുത്ത ഒരു വിശ്വാസത്തിന്റെ പാതയിലാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത്. ആദിമ നൂറ്റാണ്ട് മുതൽ 2024 നിൽക്കുമ്പോ അധികാരത്തിന്റെയും വഞ്ചനയുടെയും ചതികൾ, അനേക കഥകൾ സുറിയാനി സഭയ്ക്ക് പറയാനുണ്ട്. ചതിച്ചവരുണ്ട്, വഞ്ചിച്ചവരുണ്ട്. അധികാരത്തിന്റെ ഏറ്റവും വലിയ ഗർവിൽ ചതച്ചരയ്ക്കുവാൻ, ഇടിച്ചമർത്തുവാൻ, ഇല്ലാതെയാക്കാൻ ശ്രമിച്ചവരുണ്ട്. അവരുടെയൊക്കെയും മധ്യത്തിൽ ഈ 2024 മാർച്ച് മാസത്തിന്റെ അവസാന നാളിലേക്ക്, അല്ലെങ്കിൽ ഈ വർഷത്തെ നോമ്പിന്റെ അവസാന നാളിലേക്ക് എത്തുമ്പോഴും അണഞ്ഞു പോകാതെ ഈ സത്യവിശ്വാസത്തിന്റെ തിരുനാളം എന്റെയും നിങ്ങളുടെയും മുൻപിലുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. നമുക്ക് മുൻപോയ നമ്മുടെ പിതാക്കന്മാരുടെ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും മാത്രമാണ്. വേറെ എന്താണ് നമുക്ക് കൈമുതലായിട്ടുള്ളത്? എന്താണ് നമ്മുടെ എന്ന് പറയാൻ നമുക്കുള്ളത്? ഈ ലോകത്ത് നമ്മുടെ എന്ന് പറയാൻ നമുക്കൊന്നുമില്ലാതിരിക്കെ
നമുക്ക് ഏൽപ്പിച്ചു തന്ന ഒരു സത്യാരാധനയുടെയും കറയില്ലാത്ത പൗരോഹിത്യത്തിന്റെയും സത്യവിശ്വാസത്തിന്റെയും വഴിയിലാണ് എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തിന്റെ ജീവിതം അല്ലെങ്കിൽ സഭാപരമായ ജീവിതം മുൻപോട്ട് പോകുന്നത് എന്ന് നാം ഒരിക്കൽ കൂടി തിരിച്ചറിയണം. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നോമ്പുകൾ വരും പോകുമെന്നുള്ള ചിന്തയിലാകരുത്. മറിച്ച് ഈ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി മാറണം. നാളെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ആർക്കും പ്രവചിക്കുവാനും അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ അനുമാനിക്കുവാനും കഴിയാത്തൊരു വർത്തമാന കാലത്താണ് നമ്മളൊക്കെയും ജീവിച്ചു പോകുന്നത്. ഓരോ ദിവസങ്ങളിലും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ഓരോ ദിവസങ്ങളിൽ നമ്മുടെ കൺമുൻപിലൂടെ നടന്നു പോകുന്ന അനേക സംഭവങ്ങൾ എന്താണ്? ഈ കഴിഞ്ഞ ഈ ആഴ്ച തുടങ്ങുന്നതിന് മുൻപത്തെ ചൊവ്വാഴ്ച ഞാനിന്നും ഞങ്ങളുടെ അടുത്ത് വലിയ ചെറയുണ്ട്. ചെറയുടെ അടുത്തുകൂടെ ഇങ്ങനെ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്കായിട്ട് പോവുകയാണ്. ഞാനും എന്റെ ഭാര്യയുമുണ്ട്. ഞങ്ങൾ കടന്നു വരുമ്പോ എന്നും കാണുന്ന ഒരു ചെറുപ്പക്കാരൻ, 62 വയസ്സുള്ള ഒരു മനുഷ്യൻ, ചെറുപ്പക്കാരനല്ല, 62 വയസ്സുള്ള ഒരു മനുഷ്യൻ എല്ലാ ദിവസവും കാണും, അന്നും കാണും. ആ ചിറയ്ക്ക് ചുറ്റും വൈകുന്നേരം നടക്കും, 2 റൗണ്ട് നടക്കും. കുഴപ്പമൊന്നുമില്ല, ആരോഗ്യവാനാണ്. കൈയെടുത്ത് കാണിച്ചു, അന്നും കൈയെടുത്ത് കാണിച്ചു. ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ചു അസുഖമായിരിക്കും വെച്ചാൽ എവിടെ പോവാ? ഞാൻ പ്രാർത്ഥനയ്ക്ക് പോവാന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു പോയി. പിറ്റേന്ന് രാവിലെ പള്ളിയിൽ പ്രാർത്ഥനയും കഴിഞ്ഞാൽ വീട്ടിൽ വന്നപ്പോ എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അച്ഛാ ജോസ് അച്ഛൻ കൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ ICUവിലാണ്, വെന്റിലേറ്ററിലാണ്. 9 ദിവസം കഴിഞ്ഞു. 4 ദിവസം കഴിഞ്ഞ് മക്കള് വിദേശത്തുനിന്ന് വന്ന് നോക്കിയപ്പോൾ വെന്റിലേറ്ററായ പപ്പയാണ്. ഹോസ്പിറ്റലുകാർ പറഞ്ഞു ഇതിളക്കിയാൽ മരണം സംഭവിക്കും. 2 ദിവസത്തിന് ശനിയാഴ്ച അവരാ മനുഷ്യനെ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇന്ന് ഞാൻ പോരുമ്പോഴും യാതൊരു മാറ്റവും, മരിച്ചിട്ടില്ല, ബോധമില്ല, കോമാ സ്റ്റേജിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇത് ഞാൻ പറഞ്ഞു വെച്ചത് നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുത്തുവാനൊന്നുമല്ല. ഇതാണ് നമ്മുടെ ലോകമെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നാളെ അടുത്ത നിമിഷങ്ങളിൽ നമ്മൾ ഇന്ന് ഇറങ്ങിയ വീടുകളിലേക്ക് തിരിച്ചു ചെന്നാൽ മാത്രമേ തിരിച്ചു ചെന്നു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അത്രമാത്രം ഭയാനകമായ ഒരു സാഹചര്യം നമ്മുടെ മുമ്പ് നിൽക്കുകയാണ്. അത് രോഗം മാത്രമല്ല, ഏതെല്ലാം തരത്തിലുള്ളതായ ആക്രമണങ്ങളും ക്രിമിനൽ സ്വഭാവമുള്ള മനുഷ്യരും മനുഷ്യരെ പോലും ലജ്ജിപ്പിക്കുന്ന അല്ലെങ്കിൽ മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന വൈകൃതങ്ങൾ ചെയ്യുന്ന മനുഷ്യമൃഗങ്ങളും നിറഞ്ഞ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ വൈകുന്നേരം വന്നെങ്ങനെ എത്തുന്നത് വരെ ഉള്ളിൽ തീയുമായിട്ട് കഴിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹവും മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെയും തിരിച്ചറിഞ്ഞെങ്കിലേ മതിയാകുകയുള്ളൂ. അങ്ങനെ വളരെ പ്രതികൂലമായ ഒരു ജീവിത ചുറ്റുപാടിന്റെ മധ്യത്തിൽ എന്റെയും നിങ്ങളുടെയും ജീവിതം മുൻപോട്ട് പോകുമ്പോ നമുക്ക് ഈ നോമ്പ് എന്ത് വ്യത്യസ്തതയാണ് വരുത്തേണ്ടത് എന്ന് ഏറെ ശാന്തതയോടെ ചിന്തിച്ച് നാം അടങ്ങി പോകണം. നമുക്ക് ഈ നോമ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകേണ്ട ആവശ്യമില്ലേ? നമ്മൾ കഴിഞ്ഞു വരുന്ന അല്ലെങ്കിൽ നടന്നു വരുന്ന ജീവിത ശൈലികൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടാകേണ്ടതല്ലേ എന്ന് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചേ മതിയാകൂ. നമുക്ക് വേദപുസ്തകത്തിലെ വളരെ സുപരിചിതമായ നിങ്ങൾക്കറിയാവുന്നതായ ഒരു വേദഭാഗത്തിന്റെ വഴിയിലേക്കാണ് ഞാൻ കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ പള്ളിയിൽ ഇങ്ങനെ ഒരു കാര്യത്തിനായിട്ട് എന്നെ വിളിച്ചപ്പോ ഞാൻ പ്രാവശ്യം പറഞ്ഞതാണ് എനിക്ക് വരാനായിട്ട് കഴിയില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. പിന്നീട് ഞാൻ ശരി വരാമെന്ന് പറഞ്ഞ് ഞാൻ ഏറ്റു. പക്ഷെ ഇതിന്റെ പ്രോഗ്രാം നോട്ടീസ് കണ്ടപ്പോ ഏറ്റവും പ്രഗത്ഭരായ പ്രാസംഗികരാണ് എല്ലാ ദിവസവും പ്രസംഗിക്കുന്നത്. ഞാനൊക്കെ എന്റെ പള്ളിയിലൊക്കെ അവരെ വിളിച്ചുകൊണ്ട് പ്രസംഗിപ്പിക്കുന്നയാളാണ്. അല്ല, ഞാനൊരു അത്രയും വലിയൊരു പ്രാസംഗികനല്ല. വന്നപ്പോഴാണ് ഒരു പണിയാണല്ലോ എന്ന് എനിക്കും തോന്നിയത്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഞാൻ അത്ര വലിയ ഒരു പ്രഗത്ഭനായ വേദശാസ്ത്രജ്ഞനൊന്നുമല്ല. എന്റെ ജീവിത അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനേ കഴിയുകയുള്ളൂ. നിങ്ങൾ പ്രാർത്ഥനയോടെ ക്ഷമയോടെ എന്നെ കേൾക്കണം. നിങ്ങളുടെ പ്രാർത്ഥന പൂർണ്ണമായി ഉണ്ടാകണം എന്നുള്ള കാര്യവും ഏറെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം
ഒന്നാമത്തെ വാക്യം, അതിന്റെ ആ ഭാഗങ്ങൾ ആർക്കെങ്കിലുമൊക്കെ വായിക്കാമെങ്കിൽ നന്നായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവാൻ എന്ന് പറഞ്ഞു. തൽക്കാലം അത്രയും മതി. ഒരു നിമിഷം കാരുണ്യവാനായ ദൈവതമ്പുരാനെ, അനുഗ്രഹീതമായ ഒരു ദിവസത്തിന്റെ സന്ധിയിൽ നിന്റെ അനുഗ്രഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടി തലകളെ വളർത്തുന്നു. കർത്താവെ, ഞങ്ങൾ വ്യക്തിപരമായ ഏറെ കുറവുള്ളവരാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ എടുത്തു പറയാൻ ശ്രേഷ്ഠതയൊന്നും തന്നെ ഇല്ല. എങ്കിലും തമ്പുരാനെ, നിന്റെ കരുണ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ നല്ല ചിന്തകളെ ഈ രാത്രികാലം തരണമേ. ഞങ്ങൾ കേൾക്കുന്നതായ വചനങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം അഭിഷിക്തരെ സമർപ്പിക്കുന്നു. പാടുന്നതായ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. കടന്നുവന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ബലഹീന അടിയനെയും ചേർത്ത് വയ്ക്കണം. നിനക്ക് ഹിതകരമായ രീതിയിൽ നിന്റെ വചന ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം എന്നെയും ബലപ്പെടുത്തണം. സകല നന്മകളും അനുഗ്രഹങ്ങളും തരണം. ഞങ്ങൾ നിനക്കും നിന്റെ എല്ലാവരും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. അനുഗ്രഹിക്കപ്പെട്ടവരെ, വേദപുസ്തകത്തിലെ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശുതമ്പുരാന്റെ ഏറ്റവും മനോഹരമായ സുവിശേഷ വേലയുടെ ഭാഗങ്ങളിൽ നമുക്ക് വളരെ ആകർഷണീയത തോന്നും, അല്ലെങ്കിൽ നമുക്ക് വളരെയേറെ ചിന്തിക്കുവാനും നമ്മുടെ ആത്മീയ ജീവിതത്തെ എവിടെങ്കിലുമൊക്കെ ഒന്ന് പരിശോധിച്ചു പോകുവാനും ഉതകുന്ന ഒരു വേദഭാഗമാണ് ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിലേക്കുള്ള യേശുതമ്പുരാന്റെ ഈ കടന്നുവരവ്. ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ യേശുതമ്പുരാൻ കടന്നു വരുമ്പോ യേശുതമ്പുരാന്റെ കൂടെ വലിയൊരു ജനസമൂഹം ഉണ്ടായിരുന്നു എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അവൻ എവിടെ പോയാലും യേശുതമ്പുരാനോടൊപ്പം വലിയ ഒരു ജനസമൂഹം എല്ലായ്പ്പോഴും കർത്താവിനെ പിന്തുടർന്നിരുന്നു, പിൻപറ്റിയിരുന്നു. യേശുതമ്പുരാനിൽ നിന്ന് കേൾക്കുവാൻ, യേശുതമ്പുരാനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, അങ്ങനെയുള്ള ചിന്തകൾക്കപ്പുറം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനും പലതരത്തിലുള്ളതായ രോഗസൗഖ്യങ്ങൾ പ്രാപിപ്പാനും സൗഖ്യം പ്രാപിക്കുന്ന അനേക സംഭവങ്ങൾക്ക് സാക്ഷിയാകുവാനും കൗതുകമുള്ളതായ ഒരു ജനസമൂഹം യേശുതമ്പുരാനെ പിൻപറ്റിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾക്കറിയാം, വേദപുസ്തകത്തിൽ യേശുതമ്പുരാന് തന്റെ യാത്രാമധ്യേ സക്കായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ യേശുതമ്പുരാനെ കാണുവാനായി, അല്ലെങ്കിൽ യേശുതമ്പുരാനെ ഒന്ന് കാണണമെന്ന ആഗ്രഹത്തില് റോഡിലൂടെ ഇങ്ങനെ പോകുന്നത് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. സക്കായിയെ കുറിച്ച് വേദപുസ്തകം പറയുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതും സക്കായി ആള് പൊക്കം കുറഞ്ഞയാളാണെന്നാണ്. സ്വാഭാവികമായും നീളം കുറവുള്ളവനായ സക്കായി ശരാശരി നീളമുള്ള യേശുതമ്പുരാനെ കാണുവാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോ അതിൽ ചെറിയൊരു അസ്വാഭാവികതയില്ലേ? നീളമുള്ള ഒരാൾക്ക്, ഞങ്ങൾ അച്ഛന്മാർ ഇവിടെ നിൽക്കുമ്പോ താഴെ നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണാൻ പറ്റില്ല എങ്കിൽ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു തടസ്സം ഉണ്ടായെങ്കിലേ മതിയാവും. ഇവിടെ പൊക്കം കുറഞ്ഞവനായ സക്കായി ഉയരമുള്ളവനായ യേശുതമ്പുരാനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ പിന്നിൽ നാം മനസ്സിലാക്കണം, യേശുതമ്പുരാനും സക്കായിക്കും ഇടയിൽ ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ട്. അത് മതിൽ കെട്ടിയ തടസ്സമോ സ്ക്രീൻ വെച്ചതോ അല്ല, മറിച്ച് യേശുവിന്റെ ചുറ്റുമുള്ളതായ പുരുഷാരമാണ് ക്രിസ്തുവിനെ കാണാൻ കഴിയാത്ത വിധം സക്കായിക്ക് മറവായിരുന്നത്. ഇന്ന് നമ്മളൊക്കെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മൾ നമ്മുടേതായ കൗതുകങ്ങൾക്ക് വേണ്ടി യേശുതമ്പുരാനെ പിൻപറ്റുമ്പോ, നമ്മുടേതായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം യേശുതമ്പുരാനെ പിൻപറ്റുമ്പോ
അനേകരുടെ മുൻപിൽ ഈ ക്രിസ്തുവിനെ നമ്മൾ മറയ്ക്കുകയാണ് എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ വിശുദ്ധ എവൻഗേലിയൻ വായിച്ചൊരു ഭാഗമുണ്ട്. പക്ഷപാത രോഗിയായ ഒരു മനുഷ്യനെ 4 പേർ ചേർന്ന് കിടക്കയോടുകൂടി എടുത്ത് യേശുദമ്പുരാൻ കിടക്കുന്ന ഇടക്കമായ യേശുദമ്പുരാൻ ഇരുന്ന ഭവനത്തിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് ആ സംഭവം അറിയാം. അവിടെ വന്നു കഴിയുമ്പോ അവിടെ വരെ ഈ മനുഷ്യരെ കൊണ്ടുവരുവാൻ ഈ 4 പേര് അനുഭവിച്ച ത്യാഗം വളരെ വലുതാണ്. ഈ 4 പേര് അനുഭവിച്ചതായ പ്രയാസം വളരെ വലുതാണ്. ആ പ്രയാസങ്ങൾ അനുഭവിച്ച 4 പേരും കൂടി ഈ മനുഷ്യനെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ഇറക്കി വെക്കാൻ അവൻ ഇരുന്ന വീടിന്റെ മേൽക്കൂര പൊളിച്ചു എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണ് വചനം പറയുന്നത്. അവന്റെ മുൻപിലേക്ക് കടത്തി വെക്കാൻ ആ വീടിന്റെ മേൽക്കൂര പൊളിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ക്രിസ്തുവിന്റെ സ്പർശനം ആവശ്യമുള്ള പക്ഷപാത രോഗിക്ക് കടന്നു വരാൻ കഴിയാതിരുന്നത്? അവിടെ കൂടിയ ജനസമൂഹമാണ്. ആരെയാണ് മാറ്റി നിർത്താൻ പറ്റുക? ആരെയാണ് ഒഴിവാക്കാൻ പറ്റുക? എല്ലാവരും നമ്മൾ നോക്കുമ്പോൾ വിശ്വാസികളാണ്. എന്നാൽ ക്രിസ്തുവിന് ആവശ്യമുള്ളവന് കൃത്യമായ രീതിയിൽ ക്രിസ്തുവിനെ കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്റെ നിങ്ങളുടെ വിശ്വാസ ജീവിതം പരാജയമല്ലേ? ക്രിസ്തുവിനെ ആർക്കാണോ കൊടുക്കേണ്ടത്, ആർക്കാണോ ക്രിസ്തുവിനെ ആവശ്യമുള്ളത്, എവിടെയാണോ ക്രിസ്തുവിന്റെ സാന്നിധ്യം വേണ്ടത്, എവിടെയാണോ ആർക്കാണോ ക്രിസ്തുവിന്റെ സ്പർശനം വേണ്ടത്, അതിന് തടസ്സമായി ഞാൻ നിങ്ങളും മാറപ്പെടരുത്, മാറ്റരുത്. കുടുംബ ജീവിതത്തെ കുറിച്ച് പ്രിയപ്പെട്ട ജീവിതത്തിലൂടെ പ്രസംഗിച്ചു. എനിക്കറിയാം, ഗംഭീരമായ ചില ക്ലാസുകളൊക്കെയും കൈകാര്യം ചെയ്യുന്നയാളാണ്. കുടുംബ ജീവിതങ്ങളുടെ വലിയ ഒരു പരാജയത്തിന്റെ നാളുകളാണ് ഈ നാളുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് എതിർക്കില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പുതിയ തലമുറ എന്റെ ദേവാലയത്തിൽ നിന്ന് മാറ്റപ്പെടുന്നുണ്ട്. പുതിയ തലമുറകൾ ആരാധനകളിൽ നിന്ന് മാറ്റപ്പെടുന്നത് എന്താണ്? പുതിയ തലമുറകൾ വചനത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നത് എന്താണ്? വിരുദ്ധമായി ചിലരെങ്കിലും ഉണ്ട് എന്നുള്ളത് ആശ്വാസം തരുന്നെങ്കിൽ പോലും ബഹുഭൂരിപക്ഷം പുതിയ തലമുറയും ആരാധനകളിൽ നടന്നു പോവുകയാണ്. ആരാധനകളിൽ മാറി സഞ്ചരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു പരിധി കഴിഞ്ഞ്, ഒരു വളർച്ച കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെയും ഇങ്ങോട്ട് പാടാ എന്ന് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന സാഹചര്യമാകുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ അപ്പനും അമ്മയും അച്ഛനെ അന്വേഷിക്കും. അച്ഛനൊന്ന് വരണം, എന്താ കാര്യം, എന്റെ മോനെ ഒന്ന് ഉപദേശിക്കണം, അച്ഛനാ രക്ഷയില്ല, അവനൊരു തരത്തിൽ നിവർത്തിയില്ല. അങ്ങനെ പാവപ്പെട്ട അച്ഛൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോ 2 കാതിലും കാത് കുത്തിയിട്ടുണ്ട്, മുടി 1.5 മീറ്റർ നീളത്തിൽ വളർത്തിയിട്ടുണ്ട്, ഷേവ് ചെയ്തിട്ട് ഏറെ കാലമായി ഇട്ടിരിക്കുന്നവർ അണ്ടറേറും പിന്നീടുമാണ്. വയസ്സ് 10-12 അവനെ നന്നാക്കാനാണ് പാവപ്പെട്ട അച്ഛനെ വിളിച്ചിരുന്നത്. നടക്കൂ? എവിടെ നടക്കാനും? നമ്മുടെ മക്കളോട് നമ്മളൊന്നും നോ പറയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു 50 വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ധാരാളം പേര് മിക്കവാറും തന്നെ. അപ്പൊ അവരെന്നെ കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ വൈകുന്നേരം പശുവിന് പോച്ച പറിച്ചില്ലെങ്കിൽ എന്റെ പപ്പ എനിക്ക് അടി തരുന്നുള്ള കാര്യം ഉറപ്പാണ്. പോച്ച പറിച്ചിരിക്കുന്നത് നിർബന്ധമാണ്. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എഴുത്തിൽ കയറി, എഴുത്തിൽ വൃത്തിയാക്കി, ചാണകം വാരി വൃത്തിയാക്കി, ആ കാര്യങ്ങൾ കഴിഞ്ഞ് 9 മണിക്ക് എങ്ങനെയെങ്കിലും പുസ്തകം എടുത്ത് ഓടി പരണ്ട് സ്കൂളിൽ പോയി പഠിച്ച ആളാണ് ഞാൻ. ഞാനല്ല, എന്നെ പോലെ ധാരാളം പേര് എന്നെ കേൾക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് രാവിലെ തരുന്ന പൊതിച്ചോറ് അല്ലെങ്കിൽ പാത്രത്തിൽ ഇട്ട് തരുന്ന ടിഫിനുമായി സ്കൂളിലേക്ക് ഓടി ഉച്ചയ്ക്ക് അവിടെ ഭക്ഷണം കഴിച്ച് മടങ്ങി വരുന്നവരാണ്. 4 മണിക്ക് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ പശുവിന്റെ കാര്യം നോക്കണം, വീട്ടുകാര്യങ്ങൾ നോക്കണം, മറ്റു പല പല കാര്യങ്ങളും നോക്കണം. ഇട്ടിരിക്കുന്ന നിക്കറുടുപ്പ് വഴിക്കായങ്ങൾ കഴുകിയിടണം, എല്ലാ കാര്യങ്ങളും നോക്കി 7 മണിക്ക് വീട്ടിൽ പ്രാർത്ഥിച്ചിരിക്കണം. സന്ധ്യയുടെ നമസ്കാരങ്ങൾ പൂർണ്ണമായും ചെല്ലണം.
എല്ലാം ചെറിയ മതിയാവുള്ളൂ. വിശ്വാസ പ്രമാണം പറഞ്ഞ് അവസാനം പെട്ടാകപ്പെട്ട തമ്പുരാനെയും പറഞ്ഞ് കുരിശ് പറഞ്ഞ് 2 മിനിറ്റ് അവിടെ ധ്യാനിച്ചിട്ട് എഴുന്നേക്കണം, അല്ലാതെ പണിയൊന്നും നടക്കത്തില്ല. എനിക്ക് കുറെ നേരം പ്രാർത്ഥിച്ചതല്ലേ, എന്തെങ്കിലും ഇളവ് കിട്ടുമോ? ഒരിളവുമില്ല. 5 ദിവസം പള്ളിക്കൂടത്തിൽ ശനിയും ഞായറും, ശനിയാഴ്ച മറ്റു കാര്യങ്ങളൊക്കെയും ചെയ്യണം, ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോയിരിക്കണം. അതിനകത്ത് മാറ്റമൊന്നുമില്ല. പള്ളിയിൽ പോയാൽ മതിയോ? പള്ളിയുടെ പുറത്തിറങ്ങാൻ പറ്റില്ല. പക്ഷം പറഞ്ഞു നിങ്ങൾ പിള്ളേരൊക്കെ ഓടിക്കോ, നിർത്തിയില്ല. ഓടിയാലെങ്കിലും വരട്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഓടലും നടക്കില്ല. ഫ്രണ്ടിൽ അച്ഛൻ ആളെ നിർത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരുത്തൻ ഗുരുത്തക്കേട് കാണിച്ചാൽ ചെവിക്ക് പിടി ഉറപ്പാ. തിരിഞ്ഞു നോക്കാൻ പോലും പറ്റില്ല. ചെവി നിറയി കരയാനല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, ആരാധന കഴിഞ്ഞു, പ്രസംഗത്തിനിടയ്ക്ക് പള്ളിയുടെ വരാന്തയിൽ പോയി മൊബൈൽ നോക്കിയിരിക്കാൻ പറ്റില്ല. മൊബൈലില്ല, അതൊന്നും ഒരു മാർഗമില്ല. അച്ഛന്റെ പ്രസംഗം എത്ര കത്തിയായാലും കേട്ടേ മതിയാവുള്ളൂ. കൃത്യമായ ഇടവേളകളിൽ വിശുദ്ധ കുർബാന അനുഭവിച്ചിരിക്കണം. സൺഡേ സ്കൂൾ പഠിക്കണം. ഇതെല്ലാം പഠിച്ച് ഇതെല്ലാം ക്രമപ്പെടുത്തി മുൻപോട്ട് പോയാലും ഇഷ്ടമനുസരിച്ച് ഒരു ഭക്ഷണമോ ഇഷ്ടമനുസരിച്ച് ഒരു വസ്ത്രമോ എടുക്കാൻ കഴിയില്ല. 10ാം ക്ലാസ് കഴിഞ്ഞു, പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ഏതെങ്കിലും ചെറിയ ജോലികളായി മുൻപോട്ട് പോയി അവരുടെ ജീവിതം കരിപിടിപ്പിച്ച് കഴിയുമ്പോഴാണ് അപ്പന്റെയും അമ്മയുടെയും കെട്ട് പെതിയെ പെട്ടെന്നൊന്നും വിടത്തില്ല. ചരട് പൊട്ടിയ പട്ടം പോലെയൊന്നും പോകാൻ നടക്കില്ല. അവർ വളരെ ശാന്തമായി പെല്ലെ പിടി അയക്കും. കൃത്യമായ സമയമാകുമ്പോ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ദൈവഭയമുള്ള ഒരു പെങ്കൊച്ചിനെയും കൂടെ പിടിച്ച് കൈ കൊടുക്കും. ഈ മകൾ ഈ അപ്പൻ അടിച്ചതും നുള്ളിയതും ഒക്കെ മറന്നിട്ട് അപ്പന്റെ വേദനകളിൽ, അപ്പന്റെ സങ്കടങ്ങളിൽ, അപ്പന്റെ ബലഹീനതയിൽ താങ്ങായി തണലായി മാറും. ഈ മകൻ പണ്ട് പള്ളിയിൽ വെച്ച് വഴക്ക് പറഞ്ഞ അച്ഛനെ കാണാൻ അച്ഛന്റെ വീട്ടിൽ പോവും. അച്ഛാ, അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞതോട് ഞാൻ നന്നായി കേട്ടോ. ഇതൊക്കെ ഞാൻ പറയുമ്പോ നിങ്ങൾ ആദ്യം കേൾക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അല്ലെങ്കിൽ അനേകം നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറയുന്നത് ആവർത്തനമാണെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വരുമ്പോ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ ഏറ്റവും പുതിയ കുഞ്ഞുങ്ങൾ, 20-25 വയസ്സുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ എത്ര വഴക്ക് പറഞ്ഞിട്ടുണ്ട് കൊച്ചുപ്രായത്തിൽ? 2 വയസ്സുള്ള കുഞ്ഞിന്റെ കളിയും ചിരിയും വീഡിയോയിലാക്കി സോഷ്യൽ മീഡിയയിലേക്ക് പ്രചരിപ്പിക്കുമ്പോ ദൈവമക്കളെ, ഞാനും നിങ്ങളും ഓർക്കണം, അത് ആ കുഞ്ഞിന്റെ തകർച്ചയുടെ ആരംഭമാണ്. പുതിയ തലമുറ ചോദ്യചിഹ്നമായി വരുന്നു. എന്തുകൊണ്ട് പിടിക്കാൻ കഴിയുന്നില്ല? നമുക്കൊരു ബോധ്യമാകണം. ക്രിസ്ത്യാനി തോന്നിയ പോലെ നടക്കാനുള്ളവനല്ല. അവൻ വചനം പഠിച്ച് ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കേണ്ടവനാണ്. അവന്റെ ജീവിതത്തിന് മൂല്യം ഉണ്ടാകണം. അവന്റെ ജീവിതത്തിന് പ്രാർത്ഥന ഉണ്ടാകണം. അവന്റെ ജീവിതത്തിൽ മറ്റുള്ളവർ അവരെ നോക്കി ഇവനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയാനിടയാകണം. മാമോദീസായുടെ കുദാശയിൽ പിതാക്കന്മാർ നമുക്കായി എഴുതി വെച്ചിട്ടുണ്ട്. ആ നമസ്കാരത്തിന്റെ വിശ്വാസം ഏറ്റുപറയുന്നതിന് മുൻപ് തന്നെ ആ ക്രമത്തിൽ തന്നെ എഴുതുന്നത്, ഈ സമയം കാർമികനായ പട്ടക്കാരൻ പൈതലിന്റെ പേര് രജിസ്റ്ററിൽ എഴുതുന്നു. എന്തേ തീർന്നില്ല? ആ മാമോദീസ രജിസ്റ്ററിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷേകത്തിന് മുൻപ് ഈ പൈതലിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ കാർമികനായ പട്ടക്കാരൻ മുദ്രകുത്തി ഇടവകയുടെ മാമോദീസ രജിസ്റ്റർ എഴുതുമ്പോ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ് അവന്റെ പേര്. ആ മകനെയാണ്, ആ മകളെയാണ് മാമോദീസായുടെ തൊട്ടിയിൽ നിന്ന് എടുത്തു കൊടുക്കുമ്പോ മൂന്നാമായി തലതെടുക്കുന്ന ആളുകൾ മേടിക്കുമ്പോ അവർക്ക് ഉപദേശങ്ങളൊക്കെ അച്ഛൻ ഇപ്പൊ അവരെ ഉപദേശിക്കാറൊന്നുമില്ല, കാര്യമൊന്നുമില്ല. എന്തുപദേശിക്കും? ഈ പൈതൽ അറിവില്ലാത്ത പ്രായത്തിൽ അഭിഷേകം പ്രാപിച്ചിരിക്കുകയാണ്. ഇവന് തിരിച്ചറിവാകുന്നത് വരെ ഇവന്റെ ബുദ്ധിയും ഇവന്റെ നാവും നീ ആയിരിക്കണം. ഇവന്റെ കാലുകൾക്ക് നീ തുണയായിരിക്കണം. ഇവന്റെ മുൻപ് നീ പ്രകാശമായിരിക്കണം. ഇവൻ ഇടറിപ്പോകാതെ ഇവനെ പഠിപ്പിക്കണം. ഇവൻ ആരാണ്, എന്താണ് അവന്റെ വിശ്വാസം എന്ന് മനസ്സിലാക്കി കൊടുക്കണം. തിരിച്ചറിവാകുന്ന പ്രായം വരെയും തലതൊടുന്ന എന്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണിത്. അപ്പനും അമ്മയും അതുപോലെ
ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്താൽ ഒരു ജാമ്യക്കാരനെ കൂടെ വയ്ക്കും. എന്തിനാ ജാമ്യക്കാരനെ? എടുത്തയാൾ തിരിച്ചടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ജാമ്യക്കാരന്റെ ആ പൈസ ഈടാക്കും. ഇതത് തന്നെയാണ് സംഭവിക്കുക. മാമോദീസായുടെ സമയത്ത് തല തൊടാനായിട്ട് പോയ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ശാന്തമായി ചിന്തിക്കണം, കർത്താവേ, ഞാൻ തല തൊട്ട എന്റെ കൊച്ചുമകൻ തോമസിന് എവിടെയാണ് എന്നൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാ. എന്തിനാണെന്നറിയാമോ? ന്യായവിധിയുടെ നാളിൽ സ്വർഗീയ സിംഹാസനത്തിന്റെ മുൻപിൽ സ്വർഗം നിന്നോട് കണക്ക് ചോദിക്കും. പ്രിയപ്പെട്ട മത്തായിച്ച, നിന്റെ കൊച്ചുമകൻ തോമസിനെ കുറിഞ്ഞിപ്പള്ളിയുടെ പരിശുദ്ധമായ മക്ബഹായുടെ മുൻപിൽ, ത്രോണോസിന്റെ മുൻപിൽ, പരിശുദ്ധമായ മാമോദീസാ തൊട്ടിയിൽ നിന്ന് നീ ഏറ്റുവാങ്ങിയ ആ കൊച്ചനെവിടെ? എന്തു പറയും? എന്റെ ദൈവം, എന്റെ പത്രോസ്, ഒന്നും പറയണ്ട. ഞങ്ങളുടെ കുടുംബത്തിലെ പ്രധാന കക്ഷി ഞാനാണ്. അതുകൊണ്ട് അവരെന്നെ വിളിച്ചു. ഞാൻ പോകാൻ തന്നെയൊന്നുമല്ല, ഞാൻ ഇരിപ്പോഷത്തിൽ പോകേണ്ടതുമല്ല. പിന്നെ ഞാൻ പോയി. അവൻ എങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിലേ പോയി. ഇങ്ങനെ കാണാൻ പറയാൻ പറ്റുമോ? കാർത്തികനായ പട്ടക്കാരൻ അംശവസ്ത്രത്തിന്റെ പൂർണ്ണതയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അച്ഛൻ തന്നെ എഴുതി പിടിപ്പിക്കുകയാണ്, ഈ തോമസിന്റെ തലതൊട്ടയാൾ ഈ മത്തായിച്ചനാണ്. കള്ളം പറയാൻ പറ്റുമോ? എവിടെ കള്ളം പറയാനോ? പിതാക്കന്മാർ പറയുകയാണ്, മരണത്തെ കുറിച്ച്, ന്യായവിധിയെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച്, നരകത്തെ കുറിച്ച് എപ്പോഴും ഓർക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ ന്യായവിധിയുടെ നാളിൽ നീ ഏറ്റെടുത്തത് എവിടെ? ഈ പരിശുദ്ധ മക്ബഹായുടെ ബലിപീഠത്തിൽ നിന്റെ കരങ്ങളോട് ചേർത്ത് പിടിച്ച നിന്റെ ജീവിത പങ്കാളി എവിടെ? ഒന്നിപ്പിച്ചിട്ടില്ലേ? ഇനി നിങ്ങൾ രണ്ടല്ല ഒന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോ ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കൊക്കെയും ഉണ്ട്. നമ്മുടെ മക്കൾ ക്രിസ്തുവിനെ കാണാൻ നമ്മൾ തടസ്സമായി മാറരുത്. നമ്മുടെ ജീവിത പങ്കാളി ക്രിസ്തുവിനെ കാണാൻ നമ്മൾ ഒരു തടസ്സമായി മാറരുത്. മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ, ക്രിസ്തുവിനെ രുചിച്ചറിയാൻ ഞാനും നിങ്ങളും മുഖാന്തരമായി തീരണമെങ്കിൽ ഞാനും നിങ്ങളും ക്രിസ്തുവിനെ പോലെയാകണം. സക്കായിയുടെ മുൻപിൽ കൂടിയിരുന്ന ജനസമൂഹത്തിൽ രണ്ടുപേർ ക്രിസ്തുവിനെ പോലെ ആയെങ്കിൽ സക്കായിക്ക് അത്തിമരത്തിനുള്ളിൽ കയറേണ്ടി വരില്ലായിരുന്നു. രണ്ടുപേർ തീരുമാനിച്ചാൽ മതി. യവൻ പാപികളെ അന്വേഷിച്ചു വന്നവനാണെങ്കിൽ വലിയ പാപിയായ സക്കായി ആണെന്ന് കണ്ടോട്ടെ എന്ന് തീരുമാനിക്കാമായിരുന്നു. കഴിഞ്ഞില്ല. പക്ഷപാത രോഗിയെ കൊണ്ടുവന്ന് ഈ കൂടാരത്തിന്റെ, ഈ ഭവനത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്നപ്പോ ആ ഭവനത്തിന്റെ മുൻപിൽ നിന്ന് കുറച്ചുപേരെ വിചാരിച്ചാൽ മതി, അവൻ ക്രിസ്തുവിനെ ഒന്ന് കണ്ടോട്ടെ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നടന്നു വന്ന കടന്നുപോയ വഴികളിൽ എവിടെയൊക്കെയാണ് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് ദർശിക്കാൻ തക്ക ഒരു ആത്മീയ ജീവിതം നയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്? പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. നോമ്പിന്റെ യാമനമസ്കാരങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോ എത്ര മനോഹരമായിട്ടാണ്, എത്ര ഭംഗിയായിട്ടാണ് പിതാക്കന്മാര് അതൊക്കെയും എഴുതി പുസ്തകങ്ങളാക്കി പ്രാർത്ഥിക്കാനായിട്ട് തന്നിട്ടുള്ളത്. നോമ്പ് അനുഷ്ഠിക്കുമ്പോ, നോമ്പിന്റെ നാൾവഴികളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോ, നോമ്പ് മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതായിരിക്കണം. നിന്റെ നോമ്പ് മറ്റുള്ളവരുടെ ദാനധർമ്മങ്ങളിൽ, മറ്റുള്ളവരുടെ കണ്ണുനീരിൽ, മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ, മറ്റുള്ളവരുടെ വിശപ്പൊക്കെയും മാറ്റുവാൻ ഉതകുന്ന ഒരു ആധ്യാത്മിക തലം നോമ്പ് എനിക്ക് നിങ്ങൾക്ക് സമ്മാനിക്കുന്നില്ലെങ്കിൽ ഈ നോമ്പ് വ്യർത്ഥമായി തീരുകയാ. ഞാൻ പറഞ്ഞതല്ല, പിതാക്കന്മാർ പറയുകയാ. വിശക്കുന്നവൻ അപ്പം കൊടുക്കാനായിട്ടൊരു കരുതൽ ഈ നോമ്പിൽ നിനക്കുണ്ടാകണം. വയൽ അന്വേഷിച്ചാണ് കൃഷിക്കാരൻ പോകുന്നത്. അല്ലാതെ ഈ വിത്ത് കൊണ്ട് നമ്മൾ ആ വയലിൽ പോയി ഏത് വയലിലാണോ ഇത് വിതയ്ക്കാൻ പറ്റുന്നത് എന്ന് നോക്കി അവിടെയാണ് വിത്ത് വിതയ്ക്കുന്നത്. അല്ലാതെ വയൽ നമ്മളെ തിരക്കി വന്ന് എന്റെ കൃഷിക്കാരാ എന്റെ പുറത്ത് കുറെ വിത്തിട്ടോ എന്ന് പറയാറില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ഈ 2024 പരിശുദ്ധമായ നോമ്പിന്റെ പാതി കഴിഞ്ഞ് അതിന്റെ അവസാന നാളിൽ 38ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോ നീ ഒന്ന് ചിന്തിച്ച്, ഈ നോമ്പ് നീ അനുഷ്ഠിച്ചത് മൂലം, നീ ഈ ഉപവാസം നീ അനുഷ്ഠിച്ച
വിശപ്പടക്കാൻ നിനക്ക് മുഖാന്തരമായി തീർന്നിട്ടുണ്ടോ? 40-50 ദിവസത്തിൽ ഒരു ദിവസത്തിൽ ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ചാൽ എത്ര രൂപ മിച്ചം വരും? നമ്മളത് കണക്ക് കൂട്ടിക്കേ, നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. ഒരു 4 പേരുടെ ഒരു ഭവനത്തിൽ ഒരു ദിവസത്തെ ചെലവ് എത്ര വരുമെന്ന് ഞാൻ പറയാൻ നിൽക്കുന്നില്ല. എന്തായാലും 100 രൂപ കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 100 രൂപയ്ക്കൊന്നും നടക്കാൻ പോകുന്നത് എനിക്കും അറിയാം. 50 ഗുണം 100 എത്രയാവും നിങ്ങൾ കണക്ക് കൂട്ടിയേ. അങ്ങനെ ഈ ഇടവകയിലുള്ള എത്രയെങ്കിലും വീട്ടുകാർ ആ ഒരു കണക്ക് കൂട്ടി വെച്ച് അതൊന്ന് ഗുണനമെടുത്ത് കൂട്ടിയാൽ ഈ കുറിഞ്ഞി പ്രദേശത്തുള്ള എത്രയോ പേരുടെ വിശപ്പ് മാറും. എത്രയോ പേരുടെ വിശപ്പ് മാറും. എത്രയോ രോഗികൾക്ക് ആശ്വാസമാകും. എത്ര പേരുടെ ഭവനങ്ങൾ ഇന്ന് സന്ന് കാണുന്ന ദുഃഖത്തെ മാറ്റിയെടുക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ കുറിഞ്ഞി ഇടവകയിലെ നോമ്പ്, കുറിഞ്ഞി ഇടവകയിലെ വിശ്വാസ സമൂഹത്തിന്റെ നോമ്പ് സ്വർഗത്തിൽ സ്വീകരിക്കപ്പെടുന്ന അനുഗ്രഹത്തിന്റെ നോമ്പായി മാറ്റപ്പെടും. അങ്ങനെ വരുമ്പോ സ്വർഗത്തിലേക്ക് കരയേറുന്ന ആത്മീയ ചിറകുകൾ സമ്പാദിക്കുന്ന അനുഗ്രഹത്തിന്റെ നോമ്പായി ഈ പരിശുദ്ധമായ ഇടവകയിലെ ഈ അനുഗ്രഹിക്കപ്പെട്ട ജനസമൂഹം മാറ്റപ്പെടുക തന്നെ ചെയ്യും. മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അധ്യാത്മീയ തലം ഈ നാളുകളിൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും വളർത്തിയെടുത്തേ മതിയാകൂ. മറ്റുള്ളവർക്ക് കൂടെ ദൈവത്തെ കാണിച്ചു കൊടുക്കണം. ഈ എന്റെ ദൈവം നിങ്ങൾക്കും പരിചയപ്പെടേണ്ടവനാണ്, നിങ്ങൾ അനുഭവിക്കേണ്ടവനാണ്, നിങ്ങൾ കാണേണ്ടവനാണ് എന്ന ബോധ്യത്തോടെ തിരിച്ചു കൊടുക്കാനായിട്ട് കഴിയണം. നമ്മുടെ ചിന്തയിലേക്ക് വരുമ്പോ ഗെനസരേത്ത് തടാകത്തിന്റെ കരയിൽ യേശു തമ്പുരാൻ കടന്നു വരുമ്പോ യേശു തമ്പുരാനോടൊപ്പം വലിയ ഒരു ജനസമൂഹം കടന്നു വരികയാണ്. കടന്നു വന്ന വലിയ ജനസമൂഹം യേശു തമ്പുരാനെ ചുറ്റും നിന്ന് യേശു തമ്പുരാന് വലയം തീർത്തപ്പോ അവനെ തിക്കി തിരക്കിയപ്പോ യേശു തമ്പുരാൻ അവരോട് പ്രസംഗിക്കാൻ തക്കവണ്ണം യേശു തമ്പുരാൻ ഒരു പ്ലാറ്റ്ഫോം അന്വേഷിക്കുകയാണ്. ഇത്രയും ആളുകൾ കൂടി നിൽക്കുന്ന ഈ ഒരു വലിയ ഹാളിന്റെ അടുത്ത് പ്രസംഗിക്കണമെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി ഒരു ഉയരമുള്ള സ്ഥലം വേണം. എന്തിനാ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രസംഗം കേൾക്കാനും പ്രസംഗിക്കുന്നയാളെ കാണണമെങ്കിലും ഇതൊരു അനിവാര്യതയാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഉയരമുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് ക്രിസ്തു അന്വേഷിക്കുന്നത്. ക്രിസ്തു അന്വേഷിച്ചപ്പോ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താ ഓർമ്മിച്ചത്? അവിടെ 2 പടകുകൾ എങ്ങനെയാ ഗെനസരേത്ത് തടാകത്തിന്റെ അരികിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. അതിൽ ഒരു പടക് എന്താണെന്ന് കണ്ടു? ശീമോൻ പത്രോസിന്റെ പടകാണെന്ന് തിരിച്ചറിഞ്ഞു. പിന്നെന്താ സംഭവിച്ചത്? വായിച്ചായിരുന്നു. ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. അതിനു മുമ്പ് 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്ന അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുടേതായ ഒന്നിൽ അവൻ കയറി. മീൻ പിടിക്കാൻ അല്ലെങ്കിൽ മീൻപിടുത്തം തൊഴിലാക്കിയ ആ സഹോദരങ്ങൾ അവരുടെ ജോലിയൊക്കെയും മതിയാക്കി അവര് വള്ളവും വലയും ഒക്കെ കഴുകി അവരുടെ വീടുകളിലേക്ക്, അവരുടെ ഭവനങ്ങളിലേക്ക് പോകുവാൻ തക്കവണ്ണം അവരൊരുങ്ങുകയാണ്. ആ സന്ദർഭത്തിലാണ് യേശു തമ്പുരാൻ ശിഷ്യന്മാരുമായി അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് ആ കഴുകുന്ന പടകുകളിൽ ഒന്ന് പത്രോസിന്റെ പടകാണെന്ന് മനസ്സിലാക്കി യേശു തമ്പുരാൻ ആ പടകിലേക്ക് കയറുകയാണ്. ആ പടകിൽ കയറി നിന്നുകൊണ്ട് കർത്താവ് തന്നെ കേൾക്കുവാൻ വന്ന ജനത്തോട് പ്രസംഗിക്കുകയാണ്, ജനത്തോട് സംസാരിക്കുകയാണ്. നമുക്കൊക്കെയും നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ പ്രതികൂലത അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ദൈവത്തിന് കടന്നു നിൽക്കാൻ പറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിന് പാകപ്പെടുന്ന തരത്തിൽ ഒരു നല്ല പ്ലാറ്റ്ഫോം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വർത്തമാന കാലഘട്ടത്തിലെ എന്റെയും നിങ്ങളുടെയും വലിയ പ്രതിസന്ധി. ഇവിടെ പത്രോസിന്റെ പടകിലേക്ക് ക്രിസ്തു കയറി എന്ന് പറയുമ്പോ അതിന്റെ പിന്നിൽ ഒത്തിരി പ്രയാസപ്പെട്ട സാഹചര്യങ്ങളുണ്ട്. അത് പിന്നീട് അവിടെ പറയുന്നുണ്ട്. എന്ത് പറയുന്നു? പത്രോസ് ഈ വള്ളവും വലയും പത്രോസും കൂട്ടാളികളും കഴുകുന്ന സമയം എന്ന് പറയുന്നത് അവര് മീൻപിടുത്തം കഴിഞ്ഞ് വളരെ ക്ഷീണിച്ചു.
മീൻപിടുത്തം കഴിഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ ഒരു മീൻ പോലും കിട്ടിയിട്ടില്ല. ഒരു ചെറിയൊരു നെത്തോലി പോലും ഇല്ല. ഒരു മീനും കിട്ടാതെ അവര് നിരാശയുടെ പടുകുഴിയിൽ നിൽക്കുകയാണ്. ഒരു മീൻ അന്നത്തെ അവരുടെ ജീവിത വഴിയല്ല, അവരുടെ വരുമാന മാർഗമാണ്. ഒരുപക്ഷെ ഈ മത്സ്യം കിട്ടി അത് മാർക്കറ്റിൽ വിട്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ടായിരിക്കാം രാവിലെ അവർ വന്നത്. അല്ലെങ്കിൽ പലതരത്തിലുള്ളതായ കണക്കുകൂട്ടലുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഇവിടെ അവരുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും മാറ്റി വെച്ചുകൊണ്ട് ഇവർക്കൊരു ചെറിയ മീൻ പോലും അവിടെ കിട്ടിയില്ല. അപ്പോഴവര് പരസ്പരം സങ്കടവും പറഞ്ഞ് നിരാശയുടെ പടുകുഴിയിലായി അവരങ്ങനെ നിൽക്കുമ്പോ യേശു തമ്പുരാൻ വന്ന പടകിലേക്ക് കയറുമ്പോ പത്രോസ് നോ പറഞ്ഞില്ല. അതൊരു വലിയ കാര്യമാണ്. ഒരു വലിയ കാര്യമല്ലേ അത്? എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ജീവിതത്തിന്റെ വഴികളിൽ ക്രിസ്തുവിന്റെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന, എല്ലാം ഇല്ലാതെയായി നിൽക്കുന്ന, എല്ലാം ശൂന്യവൽക്കരിക്കപ്പെട്ടു നിൽക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെയും പ്രതികൂലതകളുടെയും നടുവിൽ നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് നിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയാൽ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുകയാണ്. ജീവിതത്തിൽ പ്രതികൂലതകളുടെ മധ്യത്തിൽ നിരാശയിലേക്ക് കണ്ടുപോകാനല്ല, ഒന്നുമില്ല എന്ന് വിചാരിച്ച് ഇനി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിച്ച് നീ ഏറ്റവും തഴഞ്ഞു കളയപ്പെടാനുള്ളവനല്ല. നീ ഈ ദൈവത്തിൽ ഏറ്റവും വിലയേറിയവനാണ്. ഒരുത്തനെ പോലും കൊള്ളരുതാത്തവനായി, മോശക്കാരനായി, തല്ലിപ്പുഴയായി ഭൂമിയിലേക്ക് ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഏതൊരു മനുഷ്യനും ദൈവത്തിന്റെ വാത്സല്യ സൃഷ്ടിയാണ് എന്ന് വചനം പഠിപ്പിക്കുമ്പോ, അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ക്രിസ്തുവിന് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കാൻ കഴിയുന്നില്ല? നമ്മൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച നാം വായിച്ചു പോയി ബർത്തിമായി എന്ന് പറഞ്ഞ അന്ധനായ ഒരു മനുഷ്യനെ കുറിച്ച്. വേറെ പല അന്ധന്മാരെ കുറിച്ച് 36-ാം ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചതാണ്. ഈ ബർത്തിമായി എന്ന് പറയുന്ന അന്ധനായ മനുഷ്യൻ അവന്റെ ജന്മം മുതൽ ഇന്നുവരെ അവനൊന്നും കണ്ടിട്ടുള്ളവനല്ല. അവനാകെ കഴിയുന്നത് അവന്റെ ചെവികളിലൂടെ കേൾക്കുകയാണ്. ആ വേദഭാഗം നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് വേഗത്തിൽ പറയുമ്പോ അവൻ അന്ധനായിരുന്നിട്ടും അവൻ തിരിച്ചറിഞ്ഞൊരു ക്രിസ്തു ഉണ്ട്. അവന് കാഴ്ചയില്ലാതിരുന്നിട്ടും കാണേണ്ട കാര്യങ്ങൾ കാണേണ്ട രീതിയിൽ അവന്റെ അകക്കണ്ണുകൾ തുറന്നവൻ കണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, കാണേണ്ട കാര്യങ്ങൾ കാണേണ്ട രീതിയിൽ കാണാതിരിക്കുന്ന എന്നെയും നിങ്ങളെയും അന്ധരെന്നല്ല യഥാർത്ഥത്തിൽ വിളിക്കേണ്ടത്, അല്ലേ? കാണേണ്ട കാര്യങ്ങൾ കാണുന്നുണ്ടോ? കാണേണ്ട കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ? നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ നോക്കാറുണ്ടോ? നമ്മുടെ അയൽ വീട്ടിലേക്ക് നമ്മൾ നോക്കാറുണ്ടോ? പലപ്പോഴും തൊട്ടടുത്ത വീട്ടിലെ നമ്മുടെ ഏറ്റവും അടുത്ത സഹോദരനോട് ഒന്ന് മിണ്ടിയിട്ട് എത്ര കാലായി? ആ വീട്ടിലൊന്ന് പോയിട്ട് എത്ര കാലായി? നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ അടുത്ത ബന്ധുവിന്റെ വീടുകളിലൊക്കെ ഒന്ന് പോയി അവിടെ ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി? വേണ്ട, പ്രായമായിരിക്കുന്ന അപ്പനും അമ്മയും പോയൊന്ന് കണ്ടിട്ട് അവരുടെ കൂടെ ഒന്ന് ഇരുന്ന് ആ കട്ടിലിൽ ഇരുന്ന് മൂത്രം മണക്കുന്ന, മുഷിച്ചു നാറുന്ന ആ ബെഡിലൊന്ന് ഇരുന്നിട്ട് ആ അപ്പന്റെ കൈകളിലൊന്ന് പിടിച്ചിട്ട് എത്ര കാലായി? വചനം കേൾക്കുന്നു, നോമ്പ് നോക്കുന്നു, പള്ളിയിൽ പോകുന്നു, വിശ്വാസം പറയുന്നു, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നു, സമാജത്തിൽ പോകുന്നു, യൂത്തിൽ പോകുന്നു, പള്ളിയിൽ എല്ലാം കൊണ്ട് അച്ഛന്റെ ഇടം കൈയാണ്, വലം കൈയാണ്, പള്ളിയുടെ ഭരണസമിതിയാണ്, എല്ലാമാണ്. എന്റെ പ്രിയ സ്നേഹിത, നീ ഇതെല്ലാമാണെങ്കിലും നീ ഒന്നുമല്ല. കാരണം നീ കാണേണ്ട കാര്യങ്ങളെ കണ്ടിട്ടില്ല. കാണേണ്ട കാര്യങ്ങളെ കണ്ടിട്ടില്ല. വിവാഹം കഴിഞ്ഞ് 24 വർഷമായി ഭാര്യയും ഭർത്താവുമായി, ആണും പെണ്ണുമായി 2 മക്കളെ ദൈവം കൊടുത്തു. മിടുക്കനായ ഒരു മിടുക്കിയായ മകളും കുടുംബത്തിലെ വിഷയങ്ങൾ ആരും അറിയാതെ മുമ്പോട്ട് പോയി. 24 വർഷമായപ്പോ മോമന്റെ വഴിവിഴച്ച ജീവിതം, കുടുംബജീവിതം താളം തെറ്റിയപ്പോ പള്ളിയിൽ അച്ഛനെ വിളിച്ചു. അച്ഛൻ ചെന്ന കാര്യങ്ങൾ സംസാരിച്ചു. സംസാരത്തിന് മധ്യേ മനസ്സിലായി ഭാര്യയും ഭർത്താവും ഒന്ന് പരസ്പരം മിണ്ടിയിട്ട് ഒരു റൂമിൽ കിടന്നുറങ്ങിയിട്ട് 20 വർഷം കഴിഞ്ഞിരിക്കുകയാണ്.
20 വർഷം കഴിഞ്ഞിരിക്കുക. അതിശയിച്ചു പോയി, കണ്ണു തള്ളിപ്പോയി. ഇടയിൽ എങ്ങനെ ഒരടുക്കളയിലെ ഭക്ഷണം കഴിക്കുന്നു, ഒരു കൂരയ്ക്ക് കീഴെ കിടന്നുറങ്ങുന്നു, 20 വർഷമായി ഉണ്ടെന്നില്ല എന്ന് പറഞ്ഞാൽ ഈ പൈതങ്ങൾ 3 വയസ്സോ 2 വയസ്സോ ഉള്ള സമയത്ത് അവരുടെ സംസാരം നിന്നതാണ്. ആഴങ്ങളിലേക്ക് അന്വേഷിച്ചു പോയപ്പോ കാര്യമില്ലാത്ത കാര്യത്തിൽ തുടങ്ങി ഈഗോയാണ്. പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയാതെ പോയ 1ഉം 2ഉം പറഞ്ഞ് തെറ്റി, പറഞ്ഞു വഷളായി. പ്രായമായ അപ്പനെ ബോധ്യപ്പെടുത്താൻ പിരിഞ്ഞില്ല. സമൂഹം എന്ത് വിചാരിക്കുന്ന ഡിവേഴ്സ് ചെയ്തില്ല. അവരെന്ത് ചെയ്തു? ഒരു കൂടയ്ക്കുള്ളിൽ അപരിചിതരെ പോലെ കഴിഞ്ഞു. ഫലമെന്താ? 24 വർഷം കഴിഞ്ഞപ്പോ ഓമനിച്ച് സ്വപ്നം കണ്ട് വളർത്തിയ പ്രിയപ്പെട്ട മകൻ കൈവിട്ടു പോകുന്ന അവസ്ഥയായി. മോൻ നന്നാവാൻ വേണ്ടി ICSE സ്കൂളിൽ വിട്ടാ പഠിപ്പിച്ചത്, കൊച്ചു സ്കൂളൊന്നുമല്ല. കൊല്ലം ജില്ലയിലെ പ്രഗത്ഭമായ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചു. പഠനത്തിന് നാളുവഴികൾ കഴിഞ്ഞപ്പോ അവൻ എങ്ങോട്ട് പോകുന്നു അപ്പന് പറഞ്ഞില്ല, അമ്മയും പറഞ്ഞില്ല. പള്ളിയിലെ പരിശുദ്ധമായ മദ്ബഹായിൽ ശുശ്രൂഷയ്ക്ക് കയറിയവനാണ്. മനോഹരമായി പാട്ടുപാടുന്നവനാണ്. കാണാൻ സുന്ദരനാണ്. എല്ലാം മിടുക്കനാണ്. 24 വർഷം കഴിഞ്ഞപ്പോ അവൻ എവിടെയും കാണാൻ കഴിഞ്ഞില്ല. കൈവിട്ടു പോകുന്ന അവസ്ഥയിലായി. അനേക വർഷങ്ങളായി ഭാര്യയോട് മിണ്ടാതെ, ഭർത്താവിനോട് മിണ്ടാതെ, പരസ്പരം അകലം പാലിച്ച്, ഇന്നല്ലെങ്കിൽ നാളെ തീരുമെന്ന് വിചാരിച്ച് ജീവിതം പാഴാക്കുന്ന ആരെങ്കിലും ഈ ശബ്ദപരിധി എന്നെ കേൾക്കുന്നെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ഈ 2024 അനുഗ്രഹത്തിന്റെ നോമ്പ് നിനക്ക് നിന്റെ ജീവിത പങ്കാളിയുമായി സമ്പൂർണമായി രമ്യതപ്പെടുത്താനുള്ള അവസാന സമയമാണ്. നിന്റെ ജീവിതത്തിൽ 25 വലിയ നോമ്പ് നീ ഉണ്ടാകുമെന്ന് നിനക്ക് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ഞാനിത് പിൻവലിക്കാം. എനിക്കോ നിനക്കോ അങ്ങനെ ഒരു ഗ്യാരണ്ടി ഉണ്ടോ? നാളെ ഞാനും നിങ്ങളുമായിരിക്കും നമ്മുടെ ഭവനത്തിന്റെ മുൻപിൽ ഒരു ചെറിയ ടാർപ്പ വലിച്ചു കെട്ടി, ആ ടാർപ്പയ്ക്കുള്ളിൽ പെട്ടിക്കുള്ളിലേക്ക് ഒടുങ്ങി പോകാനുള്ള ശക്തിയെ എനിക്ക് നിനക്കുള്ളൂ. ആര് പറയും? മരിച്ച കുഴിക്കപ്പുറത്തേക്ക് ആര് വരും നമ്മുടെ കൂടെ? ഒരാൾ വിധിക്കുക. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചിന്ത? എപ്പോഴടക്കും? ഞാനായാലും തന്നെ, ആരായാലും എപ്പോഴടക്കും ഒക്കെ പറഞ്ഞു വരാറുണ്ടോ? അപ്പോ ഈ പിണക്കങ്ങളും ഈ ഈഗോകളും ഈ സൗന്ദര്യ പിണക്കങ്ങളും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ നോമ്പിൽ ഏറ്റവും കൂടുതൽ വിരോധമുള്ളവന്റെ വീട്ടിലേക്കൊന്ന് കയറി ചെല്ല്. അവന്റെ കരങ്ങളിൽ ഒന്ന് കയറി പിടിക്ക്. നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് കടന്നു നിൽക്കാൻ അനുയോജ്യമായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. വേറെ ഒരു പറ്റിയില്ല, വേറെ ഒരു മാർഗവും നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ക്രിസ്തുവിന് കടന്നു നിൽക്കാൻ, ക്രിസ്തുവിന് ഈ ലോകത്തോട് സംസാരിക്കാൻ അനുയോജ്യമായ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തേ മതിയാകും. ആ പ്ലാറ്റ്ഫോം ഉണ്ടാകുമ്പോ ക്രിസ്തു നിന്റെ മകനോട് സംസാരിക്കും, നിന്റെ മക്കളോട് സംസാരിക്കും, നിന്റെ സഹോദരനോട് സംസാരിക്കും, നിന്റെ മാതാപിതാക്കളോട് സംസാരിക്കും. അടിയാത്ത പല കെട്ടുകളും അടിക്കുന്ന ഒരു തമ്പുരാൻ ഇന്നീ ഓഡിറ്റോറിയത്തിന്റെ മധ്യത്തിൽ നിന്റെ തൊട്ടു മുൻപിലുണ്ട്. സകല ബന്ധനങ്ങളെയും മാറ്റുവാൻ കഴിയുന്ന, സകല പ്രതികൂലതകളുടെയും നടുവിൽ നിനക്ക് പ്രകാശം ചെയ്യാൻ കഴിയുന്ന, നിന്റെ നാൾ വഴികളെ, നിന്റെ നടപ്പ് വഴികളെ നേരെയാക്കുന്ന, ചൊവ്വാക്കുന്ന ഒരു കർത്താവ് നിന്റെ കയ്യെത്തും ദൂരത്ത് നിന്റെ മുൻപിൽ നിന്ന് നിൽക്കുന്നുണ്ട്. ദൈവപൈതലേ, ജീവിതത്തിന്റെ ലാസ്റ്റ് അവസ്ഥയാണിത്, അവസാന അവസരമാണിത്. നാളെ എന്റെയും നിങ്ങളുടെയും വീടിന്റെ മുൻപിൽ കറുത്ത കൊടി കിട്ടുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുമ്പോ ഇത് ജീവിതത്തിലെ അവസാന കേൾവിയാണെന്ന് തിരിച്ചറിവോടുകൂടി രമ്യതപ്പെടേണ്ട മേഖലകളിൽ രമ്യതപ്പെട്ട് നിന്റെ ജീവിതത്തിന്റെ വഴികളിൽ ക്രിസ്തുവിനെ കയറ്റി നിർത്താനായിട്ട് കഴിയണം. നാം വീണ്ടും മുൻപോട്ട് പോകുമ്പോ ക്രിസ്തു അവിടെ നിന്ന് തന്നെ കേൾക്കാൻ വന്ന ജനത്തോട് പ്രസംഗിച്ചു. പ്രസംഗം അങ്ങനെ മുമ്പോട്ട് പോയി. പ്രസംഗത്തിന്റെ ഒടുവിൽ എന്തു പറഞ്ഞു? സീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന്
നിന്ന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. യേശുദമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ വന്ന് നമുക്കൊന്നും തരാതെ പോകത്തില്ല കേട്ടോ. അങ്ങനെ ആരും എന്താ കാര്യം നിസ്സാരവൽക്കരിക്കണ്ട. നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് കടന്നു വരാൻ ഒരു അവസരം കൊടുത്ത ആ തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കാതെ പോവുകയില്ല. പേടിക്കണ്ട കേട്ടോ, അങ്ങനെ നിരാശയൊന്നുമില്ല. ഇവിടെ കാണുകയാണ് പത്രോസ്. ഞാൻ ആദ്യം പറഞ്ഞ ഭാഗമാണ് ഇപ്പൊ പറയുന്നത്. പത്രോസിന്റെ നിരാശ എന്ന് പറഞ്ഞാൽ പത്രോസ് പറയുക, കർത്താവേ, ഈ ഗെന്നസരേ തടാകത്തിൽ ഞങ്ങൾ തലങ്ങും വിലങ്ങും അനേക മണിക്കൂറുകൾ മീൻ വീശി പിടിക്കാനായിട്ട് വല വീശിപ്പിച്ചിരിക്കുക, ഒന്നും കിട്ടിയില്ല, ഒരു രക്ഷയില്ല, ഞങ്ങളെല്ലാം വീശി. എന്നിട്ട് ഒന്നുകൂടെ പത്രോസ് പറയുക, നിന്റെ വാക്കിനാണ് ഞാൻ വലയിറക്കുന്നത്. അതിന്റെ മറ്റൊരർത്ഥം, കർത്താവേ, നീ ആള് മിടുക്കനാണ്, സംഭവമൊക്കെ കൊള്ളാം, പക്ഷെ ഈ തടാകത്തെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഈ തടാകത്തെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഞാൻ എന്റെ ചെറിയ പ്രായം മുതൽ കളിച്ച് വളർന്ന തടാകമാണ്. ഇവിടെ എവിടെ മീൻ കിട്ടും, എവിടെ മീൻ കിട്ടത്തില്ല എന്നും എനിക്കറിയാം. എന്നാലും നീ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ഞാന് ഈ വലയിറക്കാൻ തുനിയുകയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ മറ്റൊരു തലം ഇതാണ്. നമുക്ക് ദൈവവചനങ്ങൾ അനുസരിക്കാൻ ഒത്തിരി പ്രയാസ, ഒത്തിരി മടിയാണ്. ദൈവവചനങ്ങൾ അനുസരിക്കാനായിട്ട് മടി എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ ബുദ്ധി, മാനുഷികമായ ബുദ്ധി അതിലപ്പുറത്തേക്ക് നമ്മളെ ചിന്തിപ്പിക്കുക. അതിന്റെ അപ്പുറമുള്ള തലങ്ങളിലേക്ക്, അപ്പുറമുള്ള മേഖലകളിലേക്കൊക്കെയും നമ്മെ വഴി നടത്തിക്കൊണ്ടുപോവുകയാണ്. അവിടെയൊക്കെ നമ്മള് നമ്മുടേതായ ബുദ്ധിക്കനുസരിച്ചാണ് പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുന്നത്, മുൻപോട്ട് പോകുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ബുദ്ധി നമ്മെ എവിടെയും കൊണ്ട് എത്തിക്കത്തില്ല എന്ന് ജീവിതം കൊണ്ട് പഠിച്ച ഒരാളാണ് ഞാൻ. എന്റെ ജീവിതത്തിൽ എന്റെ ബുദ്ധി കൊണ്ടോ എന്റെ മിടുക്കുകൊണ്ടോ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള തിരിച്ചറിവാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു വൈദികനായി നിൽക്കുന്നത്. ഒപ്പം പറയാവുന്ന സമയത്ത് അവിടെ അതിലേക്ക് പോകുന്നില്ല. എങ്കിലും ചുരുക്കി പറയുമ്പോ, എന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ ഏത് നിമിഷമാണോ ഏൽപ്പിച്ചു കൊടുത്തത്, ആ നിമിഷം ദൈവം പ്രവർത്തിച്ചു തുടങ്ങി എന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. എന്റെ ജീവിതം കൊണ്ട് വിവാഹം കഴിഞ്ഞ് 12 വർഷം മക്കളില്ലാതെ ഇരുന്ന ഭാര്യാഭർത്താക്കന്മാരിൽ ഒരാളാണ് ഞാൻ. വൈദ്യശാസ്ത്രം മുഴുവൻ പറഞ്ഞു, ഇനി ഒന്നും നടക്കാൻ പോണില്ല, നിങ്ങൾക്ക് ഇത് കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ദത്തെടുക്കാനായി തിരുവനന്തപുരം കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്ന ശിശുക്ഷേമ സമിതിയിൽ പോയി 100 രൂപ കൊടുത്ത് ആപ്ലിക്കേഷൻ മേടിച്ച് അതിന്റെ പേപ്പർ വർക്കുകളെല്ലാം പൂർത്തീകരിച്ച് അതുവഴി മുൻപോട്ട് പോയ ഒരാളാണ് ഞാൻ. അന്ന് അടൂര് ഞങ്ങളുടെ ഭദ്രാസന ആസ്ഥാനത്തിന്റെ മുകളിൽ നിലയിൽ നിന്ന് താഴേക്ക്, അന്ന് മിലിറ്റിയാണ് ഞങ്ങൾ അത്ര പോയിട്ട്. അപ്പൊ എന്റെ പിതാവ് താഴേക്ക് ഇറങ്ങിയപ്പോ താഴെ വന്ന് ഞാൻ കാറിൽ കയറുമ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് മേളിൽ നിന്നൊരു പടം ഇട്ട് തന്നിട്ട് പറഞ്ഞു, പരിശുദ്ധനായ ഏലിയാസ് ബാബായുടെ പടമാണ്, ഇത് വെച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇനി ഞാൻ 2 കുഞ്ഞുങ്ങളുടെ അപ്പനാണ്, 2 പെൺമക്കളുടെ അപ്പനാണ്. മൂത്ത മകള് എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു, ഇളയാൾ +1+2 ആകുന്നു. എന്തുകൊണ്ടാണെന്നറിയുമോ? ഞാൻ മിടുക്കനോ കേമനോ ആയതുകൊണ്ടല്ല. ഈ ഭൂമിയിൽ നിസ്സാരനാണ്, ഒന്നും പറയാൻ, എടുത്തു പറയാൻ ഒരു ശ്രേഷ്ഠതയും എന്റെ ജീവിതത്തിലില്ല. എടുത്തു പറയത്തക്ക ഒരു വേദനയും എന്റെ ജീവിതത്തിലില്ല. തകർന്ന് താളടിയായി പോകേണ്ട, ഒന്നുമില്ലാതെ ആയി പോകേണ്ട. ഞാനും ഭാര്യയും കൂടെ ഒരു ദിവസം ഞങ്ങളുടെ കുടുംബ വീട്ടിൽ നടന്നു വരുമ്പോ, ഞങ്ങൾ നടന്നു വരുന്നത് കണ്ട ഒരു സ്ത്രീയും 2 സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരും അവിടെ നിങ്ങൾ കേൾക്കെ പറയുകയാണ്, മച്ചിയും ഭർത്താവും, മച്ചിയും മാപ്പിളയും ചെവി കൊണ്ട് കേട്ട. എനിക്കൊന്നും വിഷമം തോന്നിയില്ല, പക്ഷെ എന്റെ ഭാര്യയ്ക്കത് വലിയ ബുദ്ധിമുട്ടായി. എന്നാൽ ദൈവം മാനിക്കാൻ തീരുമാനിച്ചാൽ മാനിച്ചു. ജീവിതത്തിൽ നമ്മുടെ ബുദ്ധിക്കല്ല, നമ്മുടെ പ്രായോഗികതയ്ക്കല്ല, നമ്മുടെ ചിന്തക്കല്ല പ്രാധാന്യം,
ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മുടെ ജീവിതത്തെ ഒരുക്കി കൊടുക്കാൻ എപ്പോൾ കഴിയുന്നോ, ദൈവത്തിന് പ്രവർത്തിക്കാൻ തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തെ എപ്പോഴാണോ പാകപ്പെടുത്താൻ കഴിയുന്നത്, ആ സമയത്ത് അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കി തരുന്നവനായ ദൈവം ഇന്നും ജീവിക്കുകയാണ്. ഇതൊരു കഥകളിലൂടെയോ അല്ലെങ്കിൽ എവിടെങ്കിലും പറഞ്ഞു കേട്ടതല്ല. ഇന്നും ലൈവായി നിൽക്കുന്ന ഒരു ദൈവസന്നിധിയിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. ആ ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മുടെ മാനുഷിക ബുദ്ധിയും നമ്മുടെ പ്രായോഗികതയും മാറ്റിവെക്കണം എന്ന് ഈ നോമ്പിന്റെ ഈ നാളുകളിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമയത്തിന്റെ പരിമിതിയിൽ അതിന്റെ അടുത്ത ഭാഗത്തെ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അടുത്ത വാക്കുകൾ അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടയിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെത്തി മക്കൾക്ക് അവണ്ണം തന്നെ യേശു ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകുമെന്ന് പറഞ്ഞു. പിന്നെ അവർ പടവുകൾ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. എനിക്ക് ഇന്ന് ഈ ബന്ധന്റെ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ കൂടിയിരിക്കുന്ന പരിശുദ്ധ സഭയുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളോട് പറയാനുള്ള ഒരൊറ്റ സുവിശേഷമേ ഉള്ളൂ. അത് ഈ കാര്യം തന്നെയാണ്. അവർ സകലവും വിട്ട് അവനെ അനുഗമിച്ചു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ എവിടെയോ വിട്ടുകളഞ്ഞ ഒരു ജീവിത ശൈലിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ നന്മകളും അതിന്റെ ഒരു ഓഹരി ദൈവത്തിനായി മാറ്റിവെച്ച ഒരു തലമുറയുടെ അനന്തരഗാമികളാണ് നമ്മളൊക്കെ. ജീവിതത്തിൽ ദൈവം എന്തെല്ലാം കൊടുത്താലും, ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ കൊടുത്താലും, വെച്ച വാഴയിൽ ആദ്യം ഒരു കൊല വെട്ടുമ്പോ, വെച്ച തെങ്ങിൽ ആദ്യം ഒരു തേങ്ങ കായ്ക്കുമ്പോ, മുറ്റത്തെ തൊടിയിൽ നല്ല മാങ്ങ പിടിക്കുമ്പോ, ജീവിതത്തിൽ ഏതെല്ലാം അനുഗ്രഹങ്ങൾ വരുമ്പോ, വീട്ടിലെ കന്നുകാലി ഒന്ന് പ്രസവിക്കുമ്പോ, ആട്ടിൻകുട്ടി ഒന്ന് പ്രസവിക്കുമ്പോ, ജീവിതത്തിൽ മകൻ ആദ്യം വരുമാനം ജോലി കിട്ടിയപ്പോ, ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടിയാലും അതിന്റെ ഓഹരി മായാതെ മടങ്ങാതെ മാറ്റിവെച്ച് പരിശുദ്ധമായ ദേവാലയത്തിന്റെ അടുക്കൽ ബലിപീഠത്തിലേക്ക് കൊണ്ട് സമർപ്പിച്ചിരുന്ന ഒരു തലമുറയുടെ അനന്തരഗാമികളാണ് ഞാനും നമ്മളും. അവരങ്ങനെ ചെയ്തതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? നമ്മൾ ഇന്നും ജീവിക്കുന്നു. നമ്മൾ ഇന്നും ആരുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടാതെ, എവിടെയും ഇരക്കാനും ഇരന്നു തിന്നാനും പോകാതെ, മറ്റുള്ളവരുടെ മുൻപിൽ അന്തസ്സായി മാന്യതയായി മര്യാദയ്ക്ക് ജീവിക്കുന്നു. നമ്മളോ നമ്മുടെ പ്രശ്നങ്ങൾ കണക്കാണ് പ്രശ്നം. പണ്ടൊക്കെ 2 രൂപ പള്ളിയിൽ 2 രൂപ അല്ലെങ്കിൽ 1 രൂപ സ്വതന്ത്രാഴ്ച ഇടാമായിരുന്നു. ഇന്നിപ്പോ പള്ളിയിൽ 10 രൂപയെ കുറഞ്ഞ് ഇടാൻ പറ്റില്ല. അത് മനസ്സുണ്ടായിട്ടല്ല. 10 രൂപയാണ് ഏറ്റവും ചെറിയ നോട്ട്. അതിലപ്പുറം അത് ചെറുതും പറ്റില്ലല്ലോ. അതുകൊണ്ട് നാണയം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുമാണ്. 10 രൂപ കൊണ്ടിടും. ഞാൻ പള്ളിയിലൊക്കെ ഞാൻ പറയാറുണ്ട്, ഈ 10, 20 രൂപ നിരോധിച്ചിരുന്നെങ്കിൽ, 10 രൂപയും 20 രൂപയും അങ്ങ് നിരോധിച്ചിരുന്നെങ്കിൽ നല്ലതാണ്. ജീവിതത്തിൽ ദൈവം നമ്മൾക്ക് അനുഗ്രഹങ്ങളെ തരുമ്പോ അനുഗ്രഹങ്ങളുടെ പിറകെ പോകുന്ന മനുഷ്യരായി പോയി നമ്മളൊക്കെ. പിന്നെ ആ ദൈവത്തെ വേണ്ട, അനുഗ്രഹിച്ചവരെ പിന്നെ നമുക്ക് വേണ്ടേ വേണ്ട. കാരണം നമ്മളെല്ലാം തികഞ്ഞവരായിപ്പോയി. അനുഗ്രഹിക്കപ്പെട്ടവരെ, എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്. ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ചു വളർന്ന അപ്പനും അമ്മയുമാണ്. അവരെ കൂലിവേല ചെയ്തു. 4 പെൺമക്കളെയും കെട്ടിച്ചയച്ചു. 4 ആൺമക്കളുണ്ട്. 4 ആൺമക്കളെയും വളർത്തി അവർക്കൊക്കെ അവരവരാകുന്ന രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്തു. ദൈവത്തിന്റെ കരുണ കൊണ്ട് അവരൊക്കെ നല്ല രീതിയിൽ ജീവിച്ചു. വലിയ സമ്പന്നരായി. അന്നത്തെ കാലത്ത് 25 വർഷങ്ങൾക്ക് മുൻപ് വലിയ ബസ് സർവീസും സൗകര്യങ്ങളും ഒക്കെ ഉള്ള എല്ലാവരും വലിയ സമ്പന്നരായി. സമ്പന്നതയുടെ
ഏറ്റവും ഔന്നത്യത്തിലായി. ഇഷ്ടംപോലെ പണം, വസ്തുക്കൾ, വീടുകൾ, ബംഗ്ലാവുകൾ, തകർച്ച തുടങ്ങി. തന്ന ദൈവത്തെ ഏതോ ഒരു നിമിഷം മറന്നു. 4 പെൺമക്കളും അന്തസ്സായ അനുഗ്രഹത്തോടെ ജീവിച്ചപ്പോ 4 ആൺമക്കളിൽ 2 പേര് ക്യാൻസർ വന്ന് മരിച്ചു. ഇനി ജീവിച്ചിരിക്കുന്ന 2 പേരും ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചു. അവരെ നടന്നുപോയ വഴിവിട്ട വഴികളൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതേയില്ല. എന്നാൽ ഒന്ന് പറയാം, സമ്പന്നതയുടെ ഏറ്റവും ഔന്നത്യത്തിൽ വഴി നടത്തി അവരെ അനുഗ്രഹിച്ച ദൈവത്തെ എപ്പോഴാണോ അവർ മറന്നത്, ആ നിമിഷം അവരുടെ തകർച്ച തുടങ്ങിയത്. പലപ്പോഴും ഞാൻ ഒരു ജീവിതത്തിൽ കേട്ട ഒരു സംഭവം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ, മക്കളില്ലാതെ ഭാരപ്പെടുന്ന ഭാര്യയും, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുക. ഭാര്യയും ഭർത്താവും എല്ലാ ആഴ്ചകളിലും അച്ഛനോട് ഞാൻ അച്ഛനെ കാണും, അച്ഛനോട് വർത്താനം പറയച്ച എന്തുകൊണ്ട് വിശേഷം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് ഇതുവരെ കുഞ്ഞുങ്ങളായില്ല. അച്ഛൻ എല്ലാ പ്രാവശ്യവും പറയും, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ എല്ലാ വിശുദ്ധ കുർബാനയും ഓർക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛൻ ഒന്നുകൂടെ പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് മക്കളെ തരും. എന്ത് കണ്ടിട്ടാന്നറിയാൻ മേല അച്ഛൻ പറഞ്ഞു. എല്ലാ ആഴ്ചയിലും അവരെ കാണുമ്പോൾ തന്നെ അച്ഛൻ ഒരു വലിയ ഒരു ആത്മഭാരമാണ് അവരെ ഓർത്ത്. കാരണം നമ്മുടെയൊക്കെ പള്ളികളിൽ രോഗങ്ങളും അതുപോലെ പ്രയാസങ്ങളൊക്കെ വരുമ്പോ വിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾ പേരെഴുതി കൊടുക്കാറുണ്ട്, നമ്മളെല്ലാം കൊടുക്കാറുണ്ട്. നമ്മളിതുപോലെ ഓർക്കാറുണ്ടോ? നമുക്ക് വേണ്ടി ഒരു പുരോഹിതനാ ബലിപീഠത്തിൽ ഒരു മുട്ടുകുത്തി നിൽക്കുകയാണ്, കർത്താവേ ഈ പേരെഴുതിയിരിക്കുന്ന രോഗിയായ വിഷമിക്കുന്ന ആളെ നീ ഓർത്തോണം എന്ന് ബലിപീഠത്തിലേക്ക് നമ്മെ തന്നെ ഇതിന്റെ ഗൗരവം വല്ലോ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? ഇതിന്റെ ആഴം മനസ്സിലാക്കുന്നുണ്ടോ? ആ ബലിപീഠത്തിലേക്ക് ഓരോ ഞായറാഴ്ചകളിലും ഈ വൈദികൻ ഈ പേരുകൾ സമർപ്പിക്കുമ്പോൾ അവരെ ഓർത്ത് ആത്മഭാരത്തോടെ ദൈവസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു പുരോഹിതനെ നമ്മൾ തിരിച്ചറിയണം. അച്ഛൻ ഇങ്ങനെ നാളുകൾ പോയി, കുറേയേറെ നാളുകൾ കഴിഞ്ഞപ്പോ അവർ വളരെ സന്തോഷത്തോടെ വന്ന് പറഞ്ഞു, അച്ഛാ ഞാൻ പ്രഗ്നന്റ് ആണ്, കുഴപ്പമൊന്നുമില്ല, സുഖമായിരിക്കുന്നു, അച്ഛൻ ഇനിയും പ്രാർത്ഥിക്കണം. അച്ഛന് വലിയ സന്തോഷമായി. ദൈവം അവരോട് കരുണ കാണിച്ചല്ലോ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നന്ദിയൊക്കെ അച്ഛൻ പറഞ്ഞു. വീണ്ടും പല ദിവസങ്ങൾ അവരെ കണ്ടു. ഗർഭത്തിൻ്റെതായ ആലസ്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നു. അച്ഛനെ കാണൽ കുറഞ്ഞു, പള്ളിയിൽ വരവ് കുറഞ്ഞു. അച്ഛൻ വിചാരിച്ചു അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും പ്രസവവും കാര്യങ്ങളാണല്ലോ, കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. പിന്നീട് അച്ഛൻ പുതിയ കാര്യങ്ങളിലേക്ക് പോയി. അച്ഛൻ യഥാർത്ഥത്തിൽ ഇതൊക്കെ വിട്ടുപോയി. അങ്ങനെ അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റില്ല. പല കാര്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് അങ്ങനെ പോകും. ഏറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു ചിന്ത തോന്നുന്നു, അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും നമ്മുടെ ഇടവകയിലുണ്ടല്ലോ, ഇവരെ കാണുന്നില്ലല്ലോ, ഒന്ന് അന്വേഷിച്ചതാ. അച്ഛൻ ഉടനെ ഒരു ആളെ വിളിച്ച് ഇവരുടെ വീട്ടിലേക്ക് ചെന്നപ്പോ കൈക്കുഞ്ഞാണ്, 4-5 മാസം പ്രായമായ കൈക്കുഞ്ഞുമായി അവിടെ ഇരിക്കുന്നു. അച്ഛനെ കണ്ടു, അവർ ഓടി വന്നു, സ്വീകരിച്ചു, കുശലം പറഞ്ഞു, സന്തോഷമൊക്കെ പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചു, ചോദിച്ചു, എന്റെ പള്ളിയിൽ കാണുന്നില്ല. എന്റെ അച്ഛൻ ഒന്നും പറയണ്ട, ഈ കൊച്ച് ഉണ്ടായതിനു ശേഷം എങ്ങനെ അച്ഛൻ കൊച്ചിനായിട്ട് ഞാൻ പള്ളിയിൽ വരും? അച്ഛൻ കണ്ണു വിളിച്ചുപോയി. ദൈവമല്ലേ ഇവരെ ഈ കുഴപ്പത്തിൽ ചെന്ന് ചാടിച്ചത്? കൊച്ചുങ്ങളെ കൊടുക്കാതിരുന്നെങ്കിൽ അവരെല്ലാ ആഴ്ചയും പള്ളി വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചത്. ദൈവം അനുഗ്രഹിച്ചപ്പോൾ ആ അനുഗ്രഹത്തെ പിടിച്ചുകൊണ്ട് ദൈവത്തെ മറന്നുപോയ നന്ദിയില്ലാത്ത മനുഷ്യരുടെ മുമ്പിൽ പത്രോസും കൂട്ടാളികളും പറയുക, അവരുടെ സകല സമ്പത്തുകളും അന്ന് പിടിച്ച 2 വള്ളം മത്സ്യവും അവിടെ ഉപേക്ഷിച്ചിട്ട് അവർ ക്രിസ്തുവിനെ പിൻപറ്റി. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവം തന്ന അനുഗ്രഹത്തിന്റെ പേരിൽ ദൈവത്തെ മറന്നുപോയെങ്കിൽ 2024 നോമ്പിൽ ഒരു മടങ്ങി വരവുണ്ടാവണം, അല്ലെങ്കിൽ കണക്ക് പറയേണ്ടി വരും. ദൈവം തന്ന അനുഗ്രഹത്തിന്റെ പിറകെ അല്ല പോകേണ്ടത്. ദൈവം തന്ന അനുഗ്രഹത്തിന്റെ പിറകെ പോയി നമ്മുടെ ജീവിതത്തെ ഇല്ലായ്മയാക്കുകയല്ല പോകേണ്ടത്. നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തെ മറക്കാതെ പിൻപറ്റാനായിട്ട് നമുക്ക് കഴിയണം. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ അനുഗ്രഹീതമായ ഈ ദേവാലയത്തിന്റെ അങ്കണത്തിൽ ഈ ഏറ്റവും വിലയേറിയ ഈ നോമ്പിന്റെ നാളുകളിൽ, ഈ മനോഹരമായ കൺവെൻഷന്റെ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ 3 കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. ഒന്ന്, നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് നിൽക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം.
ഇല്ലെങ്കിൽ അതുണ്ടാക്കിയെടുക്കണം. രണ്ടാമതായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ദൈവത്തിന്റെ വാക്കുകളെ അനുസരിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാകണം. നമ്മുടെ യുക്തിയും നമ്മുടെ ബുദ്ധിയുമല്ല പ്രവർത്തിക്കേണ്ടത്, മറിച്ച് ദൈവമേ നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ വരട്ടെ എന്ന് പറയാം. അവന്റെ വാക്കുകൾക്ക് അനുസരണമായി ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയണം. മൂന്നാമത്തേത് അവസാനത്തേതും പറയാനുള്ളത്, ദൈവം തന്ന അനുഗ്രഹത്തെ അല്ല, അനുഗ്രഹിച്ച ദൈവത്തെ പിൻപറ്റാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ ആധ്യാത്മിക തലങ്ങളിൽ ഈ 3 മനോഹരമായ ചിന്തകൾ ഏറ്റവും വിനയത്തോടെ നിങ്ങളുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ഒന്ന്, ജീവിതത്തിൽ ദൈവമില്ലെങ്കിൽ ജീവിതം അർത്ഥശൂന്യമായി പോകും. ദൈവത്തിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പല പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കാതെ പോകും. തന്ന അനുഗ്രഹത്തെ മാത്രം പിടിച്ചുകൊണ്ട് അനുഗ്രഹിച്ച ദൈവത്തെ മറന്നു കളഞ്ഞാൽ ദൈവം തന്ന അനുഗ്രഹത്തെ തിരിച്ചെടുക്കാനും അവൻ മടിക്കില്ല. അതുകൊണ്ട് നോമ്പിന്റെ നാളുകളിൽ ഈ 3 ചിന്തകൾ നിങ്ങളെ മുമ്പേ വഴി നടക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ ബാഹ്യമായ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ തലകളെ ഒന്ന് വണക്കാം. നമുക്ക് നമ്മുടെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഒന്ന് ചേർന്ന് നിൽക്കാം. ഗോകുൽധായുടെ ഉന്നതങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ ആ തെരുവോരത്ത് മരക്കുരിശിന്റെ മുകളിൽ ഒരു മാംസപിണ്ഡം കണക്കെ നമ്മുടെ കർത്താവ് തൂങ്ങിക്കിടക്കുകയാണ്. അവന്റെ മുഖം വിരൂപമാണ്, അവൻ നഗ്നനാണ്. അവന്റെ നഗ്നത കാണാതിരിപ്പാൻ തക്കവണ്ണം സൂര്യന്റെ കിരണങ്ങളെ പോലും മറച്ചു കളഞ്ഞിരിക്കുകയാണ്. ധ്യാനിക്കുന്ന ദൈവപൈതലെ, അവൻ ഈ ക്രൂശിന്റെ മുകളിൽ ഈ പങ്കപ്പാടുകളെല്ലാം സഹിച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ലേ? എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയല്ലേ? അല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയല്ലേ അവൻ ഈ പങ്കപ്പാടുകൾ ഏറ്റത്? നീ നിന്റെ ഹൃദയങ്ങൾ കൊണ്ട് അനവധിയായ അനർത്ഥങ്ങൾ ചിന്തിക്കുമ്പോ നിനക്ക് വേണ്ടി അവന്റെ ഹൃദയം കുത്തി തുറന്നില്ലേ? നിന്റെ കാലുകൾ കൊണ്ട് യോഗ്യതയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നീ നടന്നപ്പോ നിന്റെ കാലുകൾ കുത്തിത്തുളയ്ക്കുന്നതിന് പകരം നിന്റെ കർത്താവിന്റെ കാലുകൾ കുത്തി തുറന്നില്ലേ? നിന്റെ കൈകൾ കൊണ്ട് അരുതാത്തത് വാങ്ങിയപ്പോ, അരുതാത്തത് കൊടുത്തപ്പോ നിന്റെ കരങ്ങളിൽ തറയ്ക്കേണ്ട ആണിപ്പാടുകൾ നിന്റെ നാഥന്റെ കരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയില്ലേ? നിന്റെ തലയിലൂടെ വക്രതയും ദുഷ്ടബുദ്ധിയും ചിന്തിച്ച് ചതിവിലൂടെയും വഞ്ചനയിലൂടെയും നീ കടന്നുപോയപ്പോ നിന്റെ ശിരസിൽ തറയ്ക്കേണ്ട മുൾക്കിരീടമല്ലേ നമ്മുടെ കർത്താവിന്റെ ശിരസിലേക്ക് തകർക്കപ്പെട്ടത്? ധ്യാനിക്കുന്ന ദൈവപൈതലേ, നിന്റെ ജീവിതത്തിൽ ഒരു മടങ്ങി വരാൻ സാധ്യതയുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒരു മടങ്ങി വരാൻ ഇനി ഒരു അവസരമുണ്ട്. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ അല്ല, പ്രത്യാശയോടെ പുതിയ ദിനം തിരക്കാനുള്ള അവസരം ദൈവം തരികയാണ്. 2024 മനോഹരമായ ഈ കൺവെൻഷന്റെ 3ാമത്തെ രാത്രിയിൽ നീ വന്നത് നിന്നെ വിളിച്ചത് കൊണ്ടാ. അവൻ നിന്നെ വിളിച്ചതിന്റെ മുൻപിൽ അവന് വലിയ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിൽ ഒന്നിനേ ഉള്ളൂ, നിന്റെ ശുദ്ധീകരണമാണ്, നിന്റെ മടങ്ങി വരവാണ്. മുടിയനായ പുത്രൻ പന്നിക്കൂടിന്റെ അരികിലിരുന്ന് പന്നിയുടെ വാള വരെ നിന്നുകൊണ്ട് അപ്പന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞവന്റെ ഭവനത്തിൽ ചെന്നപ്പോ അവനെ വാരി പുണർന്ന് ചുംബനങ്ങൾ കൊണ്ട് മൂടി നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ച് മേന്മയേറിയ ഭക്ഷണം തന്നൊരു തമ്പുരാനിൽ ജീവിക്കുകയാണ്. നിനക്കൊരു മടങ്ങി വരവ് സാധ്യമെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ചുംബിക്കുന്ന, നിനക്ക് മേത്തരം ഭക്ഷണം തരുന്ന, നിനക്ക് നല്ല വസ്ത്രം തരാൻ പ്രാപ്തിയുള്ള ഒരു ദൈവം ഇതിൽ ജീവിക്കുകയാണ്. ദൈവപൈതലെ, നിനക്കൊന്ന് മടങ്ങി വരാമോ? നിനക്കൊന്ന് തിരികെ വരാമോ? നിനക്കൊന്ന് മടങ്ങി വരാനായിട്ട് പരിശ്രമിക്കാമോ? നീ മാത്രമല്ല, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാണ് പാലും എന്നെ നിനക്കു സുഗന്ധം അർപ്പിപ്പാനും. തീരുമാനമെടുത്ത ദൈവമക്കൾ ഒരിക്കൽ കൂടി ചേർന്നൊന്ന് പാടിയേ. എന്നെ തന്നെ സന്നിധിയിൽ
അളവുകൾ കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ തമ്പുരാനെ, ഒരു പരിശുദ്ധമായ നോമ്പിന്റെ അവസാന നാളുകളിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവേ, ഇന്ന് ശാന്തമായി ഞങ്ങളോട് നീ സംസാരിച്ചല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലെ ബലഹീനതകളെ നീ ഒന്ന് പോക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ നീ ഒന്ന് പരിഹരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ ഒന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടറിപ്പോയ വഴികളിൽ നിന്ന് കർത്താവേ ഞങ്ങളെ തിരിച്ചെടുക്കണമേ. ഞങ്ങൾ ഇന്ന് അറിയുന്ന തിരിച്ചറിവുകൾ നിന്നിലേക്ക് ഞങ്ങളെ മടക്കിക്കൊണ്ടുവരുവാൻ മുഖാന്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവതമ്പുരാനെ, അനുഗ്രഹീതമായ കൺവെൻഷൻ വേദിയെ സമർപ്പിക്കുകയാണ്. നിന്റെ അഭിഷിക്തരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ജനത്തിന് വേണ്ടി മേന്മേറിയ ആഹാരം വിളമ്പുവാൻ, ഏറ്റവും മനോഹരമായി വിളമ്പി കൊടുക്കുവാൻ നിന്റെ അഭിഷിക്തരെ നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാടുന്നതായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്നെ സ്തുതിക്കാൻ മഹത്വപ്പെടുത്തുവാൻ ഈ മക്കളുടെ അധരങ്ങളൊക്കെ തുറന്നല്ലോ. നിന്നെ പാടി സ്തുതിച്ച മക്കൾക്ക് ജീവിതത്തിൽ ഇടറിപ്പോകാൻ ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകരുത് കർത്താവേ. ജീവിതത്തിന്റെ വഴികളിൽ ഇടറിപ്പോകാൻ ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയെ ഓർക്കുകയാ കർത്താവേ. പ്രതികൂലത്തിന്റെ നാടുകളിൽ, പ്രതിസന്ധികളുടെ നാടുകളിൽ നിന്റെ തിരുമുഖത്തേക്ക് നോക്കി നടക്കുന്ന ഈ ജനം വിശ്വാസത്തിന്റെ വഴി ഇടറിപ്പോകാനോ തളർന്നു പോകാനോ ഇടയാകരുത് കർത്താവേ. ആദ്യ നൂറ്റാണ്ടിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ അഗ്നിയായി എരിച്ചു വന്നെങ്കിൽ, തോലൊലിച്ചു വന്നെങ്കിൽ, വിശ്വാസത്തിന് വേണ്ടി അവർ അനേക പീഡനങ്ങളേറ്റെങ്കിൽ കർത്താവേ, വർത്തമാനകാലത്തിന്റെ നാടുകളിലും സത്യവിശ്വാസത്തിൽ ഇടറിപ്പോകാൻ ഇടവകയിടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് മനംധരിച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുകയാ കർത്താവേ. നല്ല മനോഭാവങ്ങൾ കൊടുക്കണമേ. ക്രിസ്തുവിന്റെ നല്ല സാക്ഷികളായവരെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ ദേശത്തെ സമർപ്പിക്കുന്നു. വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിൽ ഞങ്ങൾ ജീവിക്കുകയാണ്. തമ്പുരാനെ, നീ മനസ്സരിയണമേ, കരുണ കാണിക്കണമേ. സകല നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് സമൃദ്ധിയായി തരണമേ. ഞങ്ങളുടെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതി സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ ദേവാലയത്തിന്റെ അടുത്തിലൂടെ ഒരുപാട് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. എന്നാൽ എനിക്കിവിടെ കയറാനായിട്ട് പറ്റിയിട്ടില്ല. ആഗ്രഹം ഉണ്ടായിട്ടും പല കാരണങ്ങളാൽ തിരക്ക് പിടിച്ചുള്ള യാത്രകളൊന്നും പറ്റിയിട്ടില്ല. എന്നാൽ എന്നെ ദൈവം വിളിച്ച് വേർതിരിച്ച് അവന്റെ വചനവുമായി ഈ തിരുനടയിൽ വരാനായിട്ട് നമുക്ക് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഏറെ സ്നേഹത്തോടെ എന്നെ അതിലേക്ക് നിയോഗിച്ച ഈ ഇടവകയുടെ അനുഗ്രഹമായ പ്രിയപ്പെട്ട അർക്കീസത്തിനോടും ഇടവകയുടെ ഭരണസമിതി എല്ലാ പ്രവർത്തകരോടും ബലഹീനായിരിക്കുള്ളതായ നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരൻ ശമാശനായ കാലം മുതൽ തന്നെ അടുപ്പവും സ്നേഹവും ഉള്ള ആളാണ്. എപ്പോഴും കണ്ടാൽ ആ സൗഹൃദവും സ്നേഹവും ഒക്കെ എപ്പോഴും ഞങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. അച്ഛന്റെ സാന്നിധ്യവും വളരെ സന്തോഷം തരുന്നു. ബലഹീനായ എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. സ്വർഗത്തിലെ ദൈവം സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് നാമം മഹത്വപ്പെടുന്നു.